വൈബ്രേഷൻസ് അതൊരു വൈബായി കണ്ടു കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ല. അത് വൈബായി കാണാത്തവർക്ക് ഈ വണ്ടി ചേരുമില്ല. വെൽക്കം ബാക്ക് ടു സണി സൈഡ്. അപ്പോൾ ഇത് കൃഷ്ണ. എൻ്റെ ചാനൽ ഫോളോ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ പുള്ളിനെ ഇതിന് മുന്നേ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഹിമാലയൻ 411 ആണ് പുള്ളി യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ KTM 390 എടുത്തിട്ട് ഇപ്പോൾ 1 ഇയർ കഴിഞ്ഞില്ലേ? 1 ഇയർ 15,000 കിലോമീറ്റേഴ്സ് കഴിഞ്ഞു അല്ലേ? 16,000. ഓക്കെ, 16,500 ആയി. അത് ശരി. അപ്പോൾ 16,500 കിലോമീറ്റേഴ്സും 1 ഇയർ കഴിഞ്ഞ ഒരാളുടെ ഓണർഷിപ്പ് എക്സ്പീരിയൻസ് ആണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എങ്ങനെ KTMലോട്ട് എത്തി? ഹിമാലയൻ KTMലേക്ക് എത്തിയത് വലിയ കഥയൊന്നുമില്ല. മെയിനായിട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ 7 കൊല്ലത്തോളം, ഒരു 2018 ഞാൻ ഹിമാലയൻ എടുക്കുന്നത്. 2018 to 2025 വരെ ഹിമാലയൻ ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ ആ ബ്രാൻഡിൻ്റെ എല്ലാവിധ ആസ്പെക്ട്സും എനിക്ക് മനസ്സിലായി. ആ ബ്രാൻഡിൻ്റെ സർവീസ് ആയാലും റൈഡ് ക്വാളിറ്റി ആയാലും എല്ലാം മനസ്സിലായി. ഒരുപാട് റൈഡ്സ് അതിൽ പോയിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു നെക്സ്റ്റ് അപ്ഗ്രേഡ് എന്നുള്ളത് എൻ്റെ ഒരു ബഡ്ജറ്റ് കൂടി നോക്കിയിട്ടാണ്. മെയിൻ നമ്മൾ ബഡ്ജറ്റാണല്ലോ ഒരു വണ്ടി എടുക്കുന്നത് നോക്കുക. അപ്പോൾ ബഡ്ജറ്റ് നോക്കുന്ന സമയത്ത് എൻ്റെ ഒരു ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഒരു മാക്സ് ടു മാക്സ് 5 lakhs to 6 lakhsൻ്റെ ഉള്ളിലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എനിക്കൊരു നെക്സ്റ്റ് അപ്ഗ്രേഡ് വരുമ്പോൾ എത്രത്തോളം ഫീച്ചേഴ്സ്, പവർ വൈസ്, ഫീച്ചേഴ്സ് വൈസ്, ക്വാളിറ്റി വൈസ് ഏറ്റവും ബെസ്റ്റ് എനിക്ക് ഏത് ബൈക്കിലോട്ടാണോ പോകാൻ പറ്റുക. അപ്പോൾ അത് ഞാൻ നോക്കിയ സമയത്ത് എനിക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് അപ്ഗ്രേഡ് ടു ഹിമാലയൻ 450 വരിക, അതല്ലെങ്കിൽ KTM 390 പോവുക. 390യും ഹിമാലയനും തമ്മിൽ 1 lakh rupeesൻ്റെ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഫീച്ചേഴ്സ് വൈസ് നോക്കുമ്പോഴും ബ്രാൻഡ് വൈസ് നോക്കുമ്പോഴും എല്ലാം വൈസ് നോക്കുമ്പോൾ എനിക്കെന്തോ KTM വളരെ ആപ്റ്റായിട്ട് തോന്നി. എനിക്ക് വേണ്ട ഫീച്ചേഴ്സ് എല്ലാം KTM പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് മെയിൻ എനിക്ക് KTMലോട്ട് വരാനുള്ള കാരണം. പിന്നെ മെയിൻ ബ്രാൻഡ് ചേഞ്ചും ആണ്, പിന്നെ ഈ ഒരു ഫീച്ചേഴ്സ് ചേഞ്ചും മെയിൻ ആയിട്ടുള്ള റീസൺ ആണ്. ഈ 2 റീസൺസ് ആണ് റോയൽ എൻഫീൽഡിൽ നിന്ന് KTM അഡ്വഞ്ചർ 390 വരാനുള്ള മെയിൻ റീസൺ. അപ്പോൾ ഇതിപ്പോൾ ഫസ്റ്റ് ലോട്ടിലെടുത്ത വണ്ടിയല്ലേ? അതെ, വണ്ടി ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് മന്ത് നമ്മളൊരു റീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഓർമ്മ. അതെ, വൈറലായിരുന്നു, വളരെ വൈറലായിരുന്നു. അത് കഴിഞ്ഞിട്ട് വേറെ വല്ല പണിയും കിട്ടിയിട്ടുണ്ടായിരുന്നു? അത് കഴിഞ്ഞിട്ട് സൈഡ് സ്റ്റാൻഡ് കഴിഞ്ഞതിന് ശേഷം യെസ് ഓഫ് കോഴ്സ് പണികളല്ല, പണി എന്ന് പറയാം. ഫസ്റ്റ് വന്നിരിക്കുന്ന പണി എന്ന് പറയുന്നത് ഓയിലിന്റെ ആയിരുന്നു. ഓയിൽ ബേൺ ചെയ്യുന്നത്. അതൊരു ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് എൻ്റെ വണ്ടിക്ക് മാത്രമല്ല, ഒരുവിധപ്പെട്ട എല്ലാ വണ്ടികൾക്കും ഈ പണി വന്നിട്ടുണ്ട്. മേജർ റീസൺ എന്ന് പറയുന്നത് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഓയിലിന്റെ ക്വാളിറ്റി തന്നെയാണ്. അവരിപ്പോൾ KTMൽ അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഇത്രയും CC അല്ലെങ്കിൽ പവർ ഉള്ള ഒരു വണ്ടിക്ക് അവർ ഏറ്റവും ലോ ക്വാളിറ്റി ഓയിലാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. ProLube എന്ന് പറയുന്ന ഓയിലാണ് അവർ കൊടുക്കുന്നത്. ProLube പക്ഷേ ഇപ്പൊ ഈ അടുത്തല്ലേ മാറിയത്? അന്ന് നമ്മൾ എടുക്കുന്ന സമയത്തൊക്കെ മോട്ടറല്ലേ കൊടുത്തോണ്ടിരുന്നത്? അല്ല, ഞാൻ എടുക്കുന്ന തൊട്ടിട്ട് ProLube ആണ്. KTM ഇപ്പോൾ കറന്റ് ProLubeലോട്ട് മാറിയിട്ടുണ്ട്. കാരണം ഞാൻ ഇപ്പൊ 390 അഡ്വഞ്ചർ എടുത്തിട്ട് ഞാനിപ്പോ ഒരു 6 മാസം ആയിട്ടുള്ളൂ. ഞാൻ റീസെന്റ് വണ്ടി സർവീസിന് കൊടുത്തപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് ഈ ProLube എന്ന് പറയുന്നത് ഹിന്ദുസ്ഥാൻ പെട്രോളിയമിന്റെ ഒരു ഓയിലാണ്. അത് ഈ പറഞ്ഞ പോലെ KTMലും ട്രയംഫും ബജാജിലൊക്കെ ഇപ്പോൾ അതാ യൂസ് ചെയ്യുന്നത്. ട്രയംഫിലും അവർ ആ ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ആ ഓയിൽ എന്താന്ന് വെച്ചാൽ അത് ബേണിംഗ് കൂടുതലുള്ള ഓയിലാണ്. അത് നമ്മൾ ഇതൊരു ഹൈ റേവിംഗ് എഞ്ചിനാണ്. KTM എടുത്ത് പ്രത്യേകിച്ച് 390 പോലത്തെ ഒരു വണ്ടി എടുക്കുന്ന ആൾക്കാരും ഇത് വളരെ സ്ലോ ആയിട്ട് ഓടിക്കില്ല. ഹൈവേ അല്ലെങ്കിൽ അതിന്റെ അഡ്രിനലിൻ എന്ന് പറയുന്നത് നമ്മൾ അതിന്റെ ത്രോട്ടിൽ കൊടുക്കുമ്പോൾ കിട്ടുന്ന ഫീൽ തന്നെയാണ്. അപ്പൊ അത്രയും പൊളിച്ചു പോകുന്ന സമയത്ത് അതിന്റെ ഓയിലും നല്ല ക്വാളിറ്റി ഉള്ള ഓയിലായിരിക്കണം. അപ്പൊ എന്തുകൊണ്ടാണ് അവർ ആ ProLube തന്നെന്ന് അറിയില്ല. ProLube വളരെയധികം കത്തിപ്പോകുന്നുണ്ട്. അപ്പൊ ഞാൻ ഒരു പ്രാവശ്യം ഇതേപോലെ വണ്ടി വാഷിന് കൊടുത്ത സമയത്ത് ജസ്റ്റ് ഈ നമ്മള് ഓയിൽ ഗോഡ്ജ് നോക്കുന്ന സമയത്ത് അതിൽ ഓയിൽ കാണാനില്ല. അപ്പൊ ഞാനിങ്ങനെ ആദ്യം എന്ത് ചോദിച്ചു, ഞാൻ ചിലപ്പോൾ വണ്ടി ചെരിഞ്ഞിരിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ ഞാൻ നേരെ വെച്ച് നോക്കുമ്പോൾ അതിൽ ഓയിലില്ല. അപ്പൊ ഇത് ഞാൻ അന്ന് കണ്ടുപിടിച്ചോണ്ട്, ഇപ്പൊ നമ്മള് വണ്ടിയുടെ പ്രാന്തന്മാരാകുമ്പോൾ നമ്മളെല്ലാം എപ്പോഴും ചെക്ക് ചെയ്യല്ലോ. അപ്പൊ അന്ന് കണ്ടുപിടിച്ചോണ്ട് മാത്രമാണ് എനിക്ക് ഈ സംഭവം മനസ്സിലായത്. അത് പിടിക്കാതെ ഞാൻ ഇനിയും മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഒന്നെങ്കിൽ വണ്ടി എഞ്ചിൻ സീസ്ഡ് ആയിരുന്നു. പിന്നെ അത് എടുത്തു കൊണ്ടുപോകണം വണ്ടി. ഞാൻ എത്രയോ റീൽസ് കണ്ടിട്ടുണ്ട് വണ്ടി മറ്റേ ഇതിൽ കയറ്റി കൊണ്ടുപോകുന്നത്, കാരണം വണ്ടി സീസ്ഡ് ആയി. ഇത് കണ്ടുപിടിച്ച് ഞാൻ ആദ്യം ഒരു ലോക്കൽ വർക്ക്ഷോപ്പിൽ പോയിട്ട് അവരോട് ഓയിൽ എത്ര ഉണ്ട് എന്നുള്ളത്, എത്ര ഡ്രെയിൻ ആയി എന്നുള്ളത് നോക്കാൻ പറഞ്ഞു. 1800 ml ആണ്, 1800 ml ആണ് നോർമലി എഞ്ചിൻ ഒഴിക്കാറ്. എനിക്ക് അന്ന് എടുത്ത സമയത്ത് കിട്ടിയത് ആകെ 500 ml താഴെയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് 1 ലിറ്ററിന്റെ മുകളിൽ ഓയിൽ കത്തിപ്പോയിട്ടുണ്ട്. 500 ml എടുത്തെങ്ങാണ്ടാണ് എനിക്ക് കിട്ടിയത്. അപ്പൊ ഞാൻ നേരെ സർവീസ് സെന്ററിൽ പോയി. അന്ന് ഈ വണ്ടി പുതിയതാണ്, ഇവർക്ക് എന്താണ് ഇത് കാര്യം തന്നെ അറിയില്ല. അവർ പറഞ്ഞു ഇതിന്റെ സിലിണ്ടർ, അതായത് എനിക്ക് അതിന്റെ സിലിണ്ടർ ഹെഡ് ഇല്ലേ, അതിന് വരുന്ന കംപ്ലൈന്റ് ആണ്. അതിന് ചെറിയ ലീക്ക് വരുന്നുണ്ട്. നമ്മൾ ഈ സിലിണ്ടർ മൊത്തം മാറ്റി, ആ ഒരു ബ്ലോക്ക് കംപ്ലീറ്റ്ലി പുതിയത് അവർ ഫ്രീ ഓഫ് കോസ്റ്റിന് മാറ്റി തന്നു. എനിക്ക് വേറെ ഒരു ഓയിലിന്റെ പൈസ മാത്രമേ അവർ ഈടാക്കിയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ വീണ്ടും ഓയിൽ ഞാൻ പറഞ്ഞു എനിക്ക് മോട്ടോൾ തന്നെ വേണം. അപ്പോൾ അവർ പറഞ്ഞു മോട്ടോൾ ഇല്ല സാർ, നമ്മൾ മോട്ടോൾ ചെയ്യുന്നില്ല. അങ്ങനെ ഞാൻ വേറൊരു സ്ഥലത്ത് നിന്ന് മോട്ടോൾ വാങ്ങിക്കൊടുത്ത് ആ ഓയിൽ ഒഴിച്ചതിന് ശേഷം പിന്നെ ഒരു പ്രോബ്ലം ഇല്ല. അപ്പോൾ മാറ്റിയതിന് ശേഷമാണ് ഞാൻ ഡയറക്റ്റ് അത് മാറ്റി ഉടനെ തന്നെ ഞാൻ മൂന്നാർ അടിച്ചു. ബാംഗ്ലൂർ ടു മൂന്നാർ ടു കാലിക്കറ്റ് ടു ബാംഗ്ലൂർ. അപ്പോൾ അതടിച്ച് വന്നു. എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഒരു ഓയിൽ
റെഡ്യൂസ് ആയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ സർവീസ് ഫസ്റ്റ് സർവീസ് 1000 കിലോമീറ്ററിലാണ്. സെക്കൻഡ് സർവീസ് എനിക്ക് വരുന്നത് 7500-ലാണ്. അപ്പോൾ 1000 കിലോമീറ്റർ ടു 7500 വരെ ഞാൻ ആ ഓയിൽ തന്നെയാണ് ഉപയോഗിച്ചത്. അത് മോട്ടോറിൻ്റെ ഓയിലായിരുന്നു? അതോ മോട്യൂളിൻ്റെ ഓയിൽ? ഓക്കെ. മോട്യൂളിൻ്റെ ഞാൻ യൂസ് ചെയ്യുന്ന 300V എന്ന് പറയുന്നത്. 300V അതാണ് ഞാൻ, കാരണം അത് തന്നെയാണ് ഞാൻ എൻ്റെ പ്രീവിയസ് ഹിമാലയൻ 411 ഞാൻ അത് തന്നെ യൂസ് ചെയ്തിരുന്നത്. ബെസ്റ്റ് ഓയിലാണ്. നമുക്ക് പ്രത്യേകിച്ച് ഹൈ ഡ്രൈവിംഗ് എഞ്ചിൻസിൽ അത് ഫുള്ളി സിന്തറ്റിക് ആണ്. കുറച്ചും കൂടിയും അതിന്റെ വിസ്കോസിറ്റി കൂടുതലാണെന്ന് തോന്നുന്നു. കത്തുന്നത് വളരെ കുറവാണ്. പിന്നെ നല്ല സ്മൂത്ത് ആണ്. എഞ്ചിൻ ഹീറ്റിംഗ് ഇഷ്യൂസ് ഇല്ല. അപ്പോൾ ഈ ഓയിലാണ് ഞാൻ 7500 വരെ ഞാൻ ഉപയോഗിച്ചിരുന്നത്. KTM തന്നെ പറയുന്ന എല്ലാ 3500 കിലോമീറ്ററിലും നിങ്ങൾ ഓയിൽ ലെവൽസ് ചെക്ക് ചെയ്യണം. നിങ്ങൾ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നിങ്ങൾ ടോപ്പ് അപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഞാനത് ചെയ്യുന്ന ഓൾമോസ്റ്റ് 7500 അടുപ്പിച്ചിട്ടാണ്. 7500 സർവീസ് ഞാൻ 7000-ലാണ് ഞാൻ ഓയിൽ വീണ്ടും ഒന്ന് ഒരു 200 ml ബാക്കി ഉണ്ടായിരുന്ന ഓയിൽ ടോപ്പ് അപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് അധികം കത്തൽ വന്നിട്ടില്ല. എനിക്ക് നല്ല പോക്ക് പോകാറുണ്ട്. ലോങ് ഒരുപാട് അതിൻ്റെ ഇടയിൽ അടിച്ചു. 2 പ്രാവശ്യം കൊടൈ പോയി. അതാണ് എൻ്റെ ഓയിലിൻ്റെ മെയിൻ ഇത്. ഞാൻ ഈ 3 ഓയിൽസ് യൂസ് ചെയ്തിട്ടുണ്ട്. പ്രോലൂബ്, മോട്യൂള്, ഇപ്പം മോട്ടോറെക്സ്. ഇനി കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത് മോട്ടോറെക്സ് തന്നെയാണ്. മോട്ടോറെക്സ് കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ബാക്ക് ടു 300V മോട്യൂൾ. മോട്ടോറെക്സിന്റെ ഓയിൽ ഓഫ്കോഴ്സ് കോസ്റ്റ്ലിയാണ്. 2300 എങ്ങാണ്ടാണ് എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ. 2300 ഞാൻ 1 ലിറ്ററിന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് മാത്രം 4600 രൂപയുടെ അടുത്ത് ഓയിൽ മാത്രം വരും. പക്ഷെ അത് വേർത്താണ്. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, നമ്മൾ ഇതിന്റെ സർവീസ് ഇന്റർവെൽസ് എന്ന് പറയുന്നത് 7500 കിലോമീറ്റേഴ്സ് ആണ് ഇതിന്റെ സർവീസ് ഇന്റർവെൽസ്. അപ്പൊ അത്രയും കിലോമീറ്റർ അവർ പറയുന്നുണ്ടെങ്കിൽ അതിന്റെ ഓയിലും അത്ര ക്വാളിറ്റി ഉള്ളതായിരിക്കണം. ഇന്ത്യയിൽ എന്തുകൊണ്ട് ഇവര് ഈ പ്രോലൂബ് കൊടുക്കുന്നു എന്നുള്ള അറിയില്ല. യൂറോപ്പ് മാർക്കറ്റിലൊക്കെ KTM റെക്കമെൻഡ് ചെയ്യുന്ന മോട്ടോറെക്സ് ആണ്. വണ്ടിയെ ശ്രദ്ധിച്ചെന്ന് അറിയാൻ പാടില്ല. അവിടെ എഞ്ചിൻ കേസിൽ ഒരു മോട്ടോറെക്സിന്റെ ബ്രാൻഡിങ് മോട്ടോറെക്സിന്റെ എഞ്ചിൻ കേസിന്റെ ബ്രാൻഡിങ് ഉണ്ടാവും. അതെ, ഇവിടെ വരുമ്പോൾ ഒന്നുമില്ല. ഓയിലേ അവൈലബിൾ അല്ല. അപ്പോൾ നമ്മൾ ഇന്ത്യയിൽ KTM-ന്റെ ഏറ്റവും പ്രീമിയം സെഗ്മെന്റ് മോട്ടോർ സൈക്കിൾ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ അഫ്കോഴ്സ് അതിന് നമ്മൾ ഇപ്പോൾ 520 എങ്ങാണ്ടാണ് ഓൺ റോഡ് കോസ്റ്റ് വരുന്നത്, ഈ GST-യുടെ ഇത് ഉള്ളതുകൊണ്ട്. ഇപ്പോൾ 350, ഇപ്പോൾ അതിന്റെ 349cc വേറെ ഇറങ്ങിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പിന്നെ പറയാം. അത് ഭയങ്കര ഇതായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഓയിലിന്റെ ഇതാണ് ഇഷ്യൂസ്. അപ്പോൾ ഓയിലിനാണ് റേറ്റ് കൂടുതൽ. ഇതാണ് ഓയിലിന്റെ. അപ്പോൾ വണ്ടിയെ സ്നേഹിക്കുന്ന ആൾക്കാർ, വണ്ടി ഭയങ്കരമായിട്ട് ഓടിക്കുന്ന ആൾക്കാർ, ഈ പറഞ്ഞ പോലെ എനിക്കും പ്രോലൂബ് യൂസ് ചെയ്യാൻ താല്പര്യമില്ല. കാരണം ഞാനും ഇപ്പോൾ ഇതിൻ്റെ മുന്നത്തെ ജനറേഷൻ 390 ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ റീസെൻ്റ്ലി എൻ്റെ വണ്ടി ഇന്ന് ആക്ച്വലി വണ്ടി സർവീസിന് കൊടുത്തിരിക്കുകയാണ്. അപ്പോഴും ഞാൻ പറഞ്ഞു പ്രോലൂബിൻ്റെ ഓയിൽ വേണ്ട, ഞാൻ മോട്ടോറെക്സിൻ്റെ ഓയിലാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. പ്രോലൂബിനെ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. അപ്പോൾ നിങ്ങൾക്ക് ഓട്ടോ ഇല്ല, ഒരു മാസം പ്രോബ്ലി നിങ്ങൾ 500 കിലോമീറ്ററൊക്കെ ഓടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് മേക്ക് സെൻസ്. അല്ലാത്ത പക്ഷം നിങ്ങൾ അത്യാവശ്യം ഓടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ പ്രോലൂബിൻ്റെ ഓയിൽ ഞാൻ തീരെ റെക്കമെൻഡ് ചെയ്യില്ല. എനിക്കറിയില്ല എന്തുകൊണ്ടാണ് KTM ആണെങ്കിലും ബജാജ് ആണെങ്കിലും ട്രയംഫ് ആണെങ്കിലും പ്രോലൂബിൻ്റെ എഞ്ചിൻ ഓയിൽ എന്തിനാണ് യൂസ് ചെയ്യുന്നത് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. വണ്ടി എടുക്കുന്ന സമയത്ത് ഓരോ കാര്യങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, വണ്ടിക്ക് മൈലേജ് എത്രയാണ്, പെർഫോമൻസ് എങ്ങനെയാണെന്നുള്ളത്. അതിൻ്റെ റിയൽ വേൾഡ് എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ 1 ഇയർ ആയാലും എടുത്തിട്ട് സോ ഫാർ സോ ഗുഡ്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇത് കൂടാതെ വേറെ വല്ല വണ്ടിയുണ്ടോ ഡെയിലി കമ്മ്യൂട്ടിങ് ഉപയോഗിക്കുന്നത്? ഇല്ല. ഈ ഒരൊറ്റ വണ്ടി തന്നെയാണ് റെഗുലർലി യൂസ് ചെയ്യുന്നത്. ആദ്യം എൻ്റെ ഹിമാലയനും ഉണ്ടായിരുന്നു. ഇപ്പൊ അത് നാട്ടിൽ വെച്ചു. നാട്ടിലെ ഏട്ടനാണ് യൂസ് ചെയ്യുന്നത്. റിയൽ വേൾഡ് എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഈ വണ്ടി നമുക്ക് ഡെയിലി കമ്മ്യൂട്ടിന് വളരെ ഒരു പ്രശ്നമില്ലാതെ യൂസ് ചെയ്യാൻ പറ്റും. യൂസ് ചെയ്യണം എന്ന് ഞാൻ ആക്ച്വലി പ്രിഫർ ചെയ്യില്ല. കാരണം വണ്ടി ഓടുന്നതിനനുസരിച്ച് മെയിൻ്റെനൻസ് കൂടും, ഓരോ സാധനങ്ങൾ മറക്കേണ്ടി വരും. ബേസിക്കലി ഇതൊരു അഡ്വഞ്ചർ ബൈക്കാണ്. നമ്മൾ ഈ ഡെയിലി ഇട്ടിട്ട് ഓടിക്കാനുള്ള ഒരു സാധനം അല്ല. പക്ഷെ എനിക്ക് ഇത് ഡെയിലി യൂസ് ആണ്. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു പേഴ്സണൽ ട്രെയിനർ ആയിട്ടാണ്. അപ്പൊ എനിക്ക് അഫ്കോഴ്സ് ഞാൻ ഫ്രീലാൻസർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എനിക്ക് ക്ലയൻസിനായിട്ട് ഞാൻ ട്രെയിനിങ്ങിന് പോകുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന ഇതാണ്. അപ്പൊ എനിക്ക് ഡെയിലി യൂസ് ഉണ്ട് വണ്ടി. അപ്പോൾ ടോക്കിംഗ് അബൌട്ട് ദ മൈലേജ് പെർസ്പെക്റ്റീവിൽ ഡെയിലി യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് മാക്സിമം സിറ്റിക്ക് അകത്ത് കിട്ടുന്ന മൈലേജ് എന്ന് പറയുന്നത് 22 km/ലിറ്റർ ആണ്. ഇതിന്റെ മുകളിലോട്ട് എനിക്ക് കിട്ടണമെങ്കിൽ എൻ്റെ ഡ്രൈവിംഗ് കണ്ടീഷൻസ് ഞാൻ കുറച്ചും കൂടി, അതായത് ബെറ്റർ ആക്കണം എന്നല്ല, ഞാൻ കൈ കൊടുത്തു പോകുന്ന ആളാണ്. ഞാൻ ആ ത്രോട്ടിൽ റെസ്പോൺസ് ഫീൽ ചെയ്ത് ഓടിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. നമ്മളൊരു ഇതിന്റെ ഒരു സ്വീറ്റ് സ്പോട്ട് എന്ന് പറയുന്നത്, മൈലേജ് സ്വീറ്റ് സ്പോട്ട് എന്ന് പറയുന്നത് 3000 RPM-ന്റെ ഉള്ളിൽ നമ്മൾ കറക്റ്റ് ഷിഫ്റ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ ഇതിന് മൈലേജ് ഉണ്ട്. എന്താ പറയുക, ഗിയർ ഷിഫ്റ്റിങ്സ് നമ്മൾ അതിനനുസരിച്ചിട്ട് തന്നെ മാറണം. ഹിമാലയൻ ഓടിക്കുന്ന പോലെ ഇത് ഓടിക്കാൻ പറ്റില്ല. KTM-ന്റെ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നത് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അത് നമുക്ക് അത് കേട്ട് ബ്രോനത് കറക്റ്റ് മനസ്സിലാവും. ഇപ്പൊ ഹിമാലയൻ ഓടിക്കുന്ന പോലെ ഇത് ഓടിക്കാൻ പറ്റില്ല. 411 ആയാലും 450 ആയാലും. ഇത് നമ്മൾ കുറച്ച് അതിന്റെ ആ റേവിംഗ് നമ്മൾ സംഭവം മനസ്സിലാക്കിയാൽ, അല്ലെങ്കിൽ ഇതിന്റെ സ്പ്രോക്കറ്റിന് പണി കിട്ടും, മൈലേജ് കിട്ടില്ല, ഒരുപാട് പ്രശ്നങ്ങൾ വരും. അപ്പൊ ഇതൊരു കുറച്ചൊന്ന് റേവ് ചെയ്തിട്ട് വേണം ഷിഫ്റ്റ് ചെയ്യാൻ. ചെറിയ ഷിഫ്റ്റ് ഇതിന് പറ്റില്ല. എഞ്ചിൻ ഹീറ്റിംഗ് നല്ല രീതിയിൽ വരും. അപ്പൊ അത് നമുക്ക് എയിം ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം മൈലേജ് ഒരു 22 to 23 ആണ് എനിക്ക് സിറ്റിയിൽ കിട്ടുന്നത്. ലോങ് പോകുന്ന സമയത്ത് എനിക്ക് ഓൾമോസ്റ്റ് ഒരു 30-31 വരെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതും ഞാനൊരു 100-110 ആ ഒരു ഇതിൽ നമ്മൾ ഒരു സ്വീറ്റ് സ്പോട്ട് പിടിച്ച് നമ്മൾ പോയി കഴിഞ്ഞാൽ മൈലേജ് അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ട്. പിന്നെ അഫ്കോഴ്സ് ഈ ഒരു സെഗ്മെന്റിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള വെഹിക്കിളാണിത്. 400cc സെഗ്മെന്റിൽ ഇതിനെ ബീറ്റ് ചെയ്യാൻ, ഈ ഒരു എഞ്ചിനെ ബീറ്റ് ചെയ്യാൻ
ഇപ്പോൾ ഡ്യൂക്ക് 390 ആയാലും അഡ്വഞ്ചർ 390 ആയാലും ഈ സെഗ്മെന്റിൽ ഇതിനെ മുകളിലേക്ക് എനിക്കിപ്പോൾ തോന്നുന്ന ഒരു വണ്ടി ഇല്ല. ഉണ്ടെങ്കിൽ അത് ട്വിൻ സിലിണ്ടർ ആയിട്ടുണ്ടാവും. അതൊന്നുള്ള വരുന്നത് എപ്രിലിയ ആണ്, അതല്ലെങ്കിൽ ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള BMW 450 GS ആണ്. ഇത് രണ്ടും ട്വിൻ സിലിണ്ടർ ബൈക്സ് ആണ്. സിംഗിൾ സിലിണ്ടറിൽ ഈ സാധനത്തിന് 0 to 100 പിടിക്കാൻ വേറൊരു വണ്ടി ഇല്ല എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാം. അതെനിക്ക് തന്നെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മെയിൻ ഇപ്പോൾ ചോദിച്ചത് എന്തുകൊണ്ട് റോയൽ എൻഫീൽഡ് ടു KTM എന്നല്ലേ, അത് ആ സംഭവം തന്നെയാണ്. നമ്മളെ പിന്നിലൊരുത്തം വന്നു കഴിഞ്ഞാൽ നമുക്ക് കൈ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ സാധനം കയറി പോകുന്ന രീതിയിൽ ആ വണ്ടിക്ക് നോക്കാൻ പറ്റില്ല. എനിക്ക് ഹിമാലയൻ 411 ഒരുപാട് അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് ചെറിയ മറ്റേ MT 160 ഒക്കെ വന്നിട്ട് അടിച്ചോണ്ട് പോകും. നമ്മൾ 400cc ബൈക്കും വെച്ചിട്ട് നമ്മളിതിങ്ങനെ പിടിച്ച് ബാക്ക് പോകുമ്പോൾ അവന്മാർ കയറി പോയിട്ടുണ്ടാവും. അപ്പൊ ഇതിലെന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര കോൺഫിഡൻസാണ്. അത് തന്നെയാണ് മെയിൻ റീസൺ. KTMന്റെ എക്സൈറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ എഞ്ചിൻ തന്നെയാണ്. ഡെയിലി റോഡ് കണ്ടീഷനിൽ ബ്രോ ചോദിച്ച പോലെ എങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. കമ്മ്യൂട്ടിങ് വളരെ ഈസി ആയിട്ട് നടത്താൻ പറ്റുന്നുണ്ട്. ട്രാഫിക്കിലാണെങ്കിൽ ഹീറ്റിംഗ് ഇഷ്യൂസ് ഉണ്ട്. എക്സ്ട്രീം ട്രാഫിക് വരുന്ന സമയത്ത് കാലിലോട്ട് നല്ല ഹീറ്റിംഗ് അടിക്കാറുണ്ട്. നമ്മളെ വെതർ കണ്ടീഷനും കൂടി ഇതിന് മെയിൻ ഒരു ഫാക്ടറാണ്. നല്ല ചുട്ടപ്പൊരു വെയിലത്താണ് നമ്മൾ ഈ ട്രാഫിക്കിൽ നിൽക്കുന്നത് വെച്ചാൽ എഞ്ചിൻ ഹീറ്റ് വളരെയധികം കൂടുതലാണ്. നേരെ മറിച്ച് ഇപ്പോൾ ബാംഗ്ലൂർ വെതർ കണ്ടീഷൻ ഒരു ചില്ലായിട്ടുള്ള ഒരു വെതർ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഹീറ്റിംഗ് വരുന്നില്ല. വണ്ടിയുടെ ടെമ്പറേച്ചർ മെയിൻ്റെനൻസ് എനിക്ക് തോന്നുന്ന ക്ലൈമറ്റും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നാട്ടിൽ നമുക്ക് പറഞ്ഞാൽ നാട്ടിൽ അത്യാവശ്യം നല്ല ചൂടാണ്. ഇവിടെയും ഇപ്പോൾ ചൂടുണ്ട്, പക്ഷേ നാട്ടിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഹ്യൂമിഡിറ്റി കുറവാണ്. പിന്നെ സർവീസിന്റെ സൈഡിലോട്ട് വരുമ്പോൾ ഇപ്പോൾ പറഞ്ഞില്ലേ 7500 kilometers ആണ് സർവീസ് വരുന്നത്. ഇപ്പോൾ 16,000 kilometers 16,500 ആയി. അല്ലാത്ത പക്ഷം ഇപ്പോൾ ജനറൽ സർവീസ് അല്ലാതെ വേറെ എന്തെങ്കിലും റീപ്ലേസ്മെന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ച് സ്പ്രോക്കറ്റ് മാറിയോ അങ്ങനെ എന്തെങ്കിലും ഇല്ല. ഇതുവരെ ഇതിന്റെ സ്റ്റോക്ക് കണ്ടീഷനിൽ നിന്ന് വണ്ടിയുടെ ഞാൻ ആക്സറീസ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ ഞാൻ വേറെ ഒന്നും ടയർ സ്റ്റെയിൻ സ്പ്രോക്കറ്റ് അതൊക്കെ വണ്ടി വാങ്ങിയപ്പോൾ 1 year ആയിട്ട് അത് തന്നെയാണ്, ഒന്നും മാറിയിട്ടില്ല. പക്ഷെ മാറാനായിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് നെക്സ്റ്റ് സർവീസിൽ ഡെഫിനറ്റ്ലി എൻ്റെ ടയറും റിയർ ചെയിൻ സ്പ്രോക്കറ്റും മാറാനായിട്ടുണ്ട്. 16,500 വരെ എനിക്ക് ടയർ കിട്ടിയിട്ടുണ്ട്. അടിപൊളി ബെസ്റ്റ് ടയറാണ്, ഒന്നും പറയാനില്ല. അഡ്വഞ്ചർ ബൈക്കിൽ കോർണർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് എല്ലാവരും ചോദിക്കുന്ന സംഭവം. ഞാനിതിൽ അത്രയും കോർണർ ചെയ്ത് പോകാറുണ്ട്. ഇതിന് കോർണറിംഗ് ABS കൂടി വരുന്നുണ്ട്, MTC വരുന്നുണ്ട്, കോർണറിംഗ് ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട്. ഇലക്ട്രോണിക്സ് ലോഡഡ് ആണ് ഈ സാധനത്തിൽ. അത് ഇതുവരെ ദൈവം എനിക്ക് അതിന്റെ ഇലക്ട്രോണിക്സിന്റെ മുകളിലൊന്നും വലിയ പണിയൊന്നും വന്നിട്ടില്ല. പക്ഷേ ഇലക്ട്രോണിക്സ് ഇതിൽ അടിപൊളി ഇലക്ട്രോണിക്സ് ആണ്. ഇലക്ട്രോണിക്സിന്റെ മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞാൽ സേഫ്റ്റി. ഇതിന്റെ മെയിൻ എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ബ്രേക്കിംഗ് ആണ്. ഇതിന്റെ ടോപ്പ് ഞാൻ ക്ലോക്ക് ചെയ്തിരിക്കുന്നത് ബിഫോർ BMC ഞാൻ എയർ ഫിൽട്ടർ ചെയ്തിട്ടുണ്ട്. ബിഫോർ BMC ഒരു 165 വരെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. BMC കയറ്റിയതിന് ശേഷം 174 ആണ് ഇതിന്റെ ടോപ്പ് ഞാൻ അടിച്ചിരിക്കുന്നത്. അത് കംപ്ലീറ്റ് നമ്മൾ ഹൈ എൻഡ് നമ്മൾ പുഷ് ചെയ്ത് ലിമിറ്റ്സ് വെച്ച് RPM ലിമിറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ 174 ഈസി ഞാൻ ക്ലോക്ക് ചെയ്തിട്ടുണ്ട്. അത് വിത്ത് ടോപ്പ് ബോക്സ്. വിത്ത് ടോപ്പ് ബോക്സ്. ഈ ടോപ്പ് ബോക്സ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 55 ലിറ്റർ. ഇത് 55 ലിറ്റർ. 55 ലിറ്റേഴ്സ് ആണ്. അപ്പോൾ അത്യാവശ്യം വലുതാണ്. പുള്ളിക്ക് അറിയാം. ഈവൻ വിത്ത് പില്ലിയൻ നമ്മൾ 150 ചെയ്തിട്ടുണ്ട്. പുള്ളി തന്നെ ഓടിച്ചിട്ടുണ്ട്. 150 ഈസി ആയിട്ട് പുട്ട് പോലെ 150 സുഖമായിട്ട് വിത്ത് പില്ലിയൻ ഈ വണ്ടി കയറും. അപ്പോൾ അതന്നെയാണ് ബാക്കിയുള്ള സെഗ്മെന്റ്സിൽ നിന്ന് ഈ വണ്ടി മാറ്റി നിർത്തുന്നത്. പെർഫോമൻസ് പിന്നെ ഓഫ് റോഡ് കേപ്പബിലിറ്റി. എൻ്റെ കോൺസെപ്റ്റ് മാറ്റാനായിട്ടുണ്ട്. എക്സ്ട്രീം ഓഫ് റോഡ് ഒന്നും ചെയ്യുന്നില്ലെങ്കിലും ഞാൻ റൈഡ്സ് പോകുന്ന സമയത്ത് ട്രയൽസ് ഒക്കെ കിട്ടുന്ന സമയത്ത് ഞാൻ കയറി നിന്ന് അടിച്ച് പൊളിച്ചിട്ട് തന്നെയാണ് പോകാറ്. പിന്നെ അതുമല്ല ഹമ്പ് കണ്ടു കഴിഞ്ഞാൽ നിർത്താറൊന്നുമില്ല. ഇല്ല അതിന്റെ ആവശ്യമില്ലല്ലോ. നമ്മൾ ഹമ്പ് കണ്ടാൽ നിർത്താനല്ലല്ലോ അഡ്വഞ്ചർ ബൈക്ക് വാങ്ങിയിരുന്നത്. അഡ്വഞ്ചർ ബൈക്ക് എന്ന് പറഞ്ഞാൽ ഹമ്പ് ഗട്ടർ ഈ ഇന്ത്യൻ റോഡ്സിൽ ഏറ്റവും ബെസ്റ്റ് ഈ സാധനമാണ്. ഇന്ത്യൻ റോഡ് കണ്ടീഷൻസിൽ നമുക്ക് സാധാ ബൈക്ക് നമ്മൾ സ്ലോ ആക്കേണ്ടി വരും. എങ്ങനെയൊക്കെ പോലെ നമ്മളൊന്ന് സ്ലോ ആക്കി എടുത്ത് അല്ലെങ്കിൽ ആ വണ്ടി പണിയാവും. ഇത് ഞാൻ കുണ്ടും കുഴിയൊന്നും ഞാൻ നോക്കാറുണ്ടല്ല. അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻസ് ആണ് വരുന്നത്. എനിക്ക് അതിന്റെ ഡാമ്പറും ഇതും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ എനിക്ക് അതിന്റെ സോഫ്റ്റും ആക്കാം ഹാർഡും ആക്കാം. അപ്പൊ ഞാനത് അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്. ചിലവർ ചോദിക്കും ഇതൊക്കെ ചെയ്യാറുണ്ടോ? ഞാൻ ചെയ്യാറുണ്ട്. ഞാനത് കറക്റ്റ് എനിക്ക് അതിന്റെ അഡ്ജസ്റ്റ്മെന്റ്സ് അറിയാം. ഞാൻ KTM ചോദിച്ച് മനസ്സിലാക്കി. ഞാൻ ഓരോ റൈഡിനും അല്ലെങ്കിൽ ഓഫ് റോഡാണ് പോകുന്നത് വെച്ചാൽ ഞാൻ ടൈറ്റ് ചെയ്യാറും അതിന്റെ അഡ്ജസ്റ്റ്മെന്റ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തിട്ട് തന്നെയാണ് ഓടിക്കാറ്. അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ ബാക്കിലായാലും ബാക്ക് അധികം ഞാൻ സോഫ്റ്റിലാണ് ഇടാറ്. കാരണം ഹൈവേസ് ആണ് അധികം. അപ്പോൾ സോഫ്റ്റിലാണ് എനിക്ക് കംഫർട്ടബിൾ. ഹാർഡിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ കുണ്ടിലും കുഴിയിലും വരുന്ന നല്ല രീതിയിൽ ബാക്കിലേക്ക് ഈ സാധനം അടിക്കും. ആ സോഫ്റ്റിലാണ് ഇടാറ്. സോ എനിക്ക് ഇതിന്റെ ഫുൾ ഫീച്ചേഴ്സ് ഞാൻ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്ക് ഈ വണ്ടി ചേരുള്ളൂ. അല്ലാതെ വെറുതെ ഇത് എടുത്തിട്ട് കാര്യമില്ല. ഇതിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടോ അത് നമുക്ക് യൂസ്ഫുൾ ആയിരിക്കണം. വണ്ടി എടുക്കുന്ന സമയത്ത് എപ്പോഴും നോക്കേണ്ട കാര്യം അത് തന്നെയാണ്. നമുക്ക് അത് ആവശ്യമുണ്ടോ? വെറുതെ ഒരു വണ്ടി വാങ്ങി വെച്ചിട്ട് ആവശ്യമില്ലാത്ത ഫീച്ചേഴ്സ് നമുക്ക് യൂസ് ചെയ്യാതെ ഈ പൈസയും കൊടുത്ത് വാങ്ങി വെക്കുന്നതിന് ഒരുപാട് ആൾക്കാരുണ്ട്. വെറുതെ വണ്ടി വാങ്ങി അതിൻ്റെ ഒരു ഫീച്ചേഴ്സ് യൂസ് ചെയ്യില്ല. ഞാൻ അതിൻ്റെ എല്ലാം ഇതിൽ യൂസ് ചെയ്യുന്ന ആളാണ്.
അപ്പോൾ നമുക്കിനി അടുത്തത് ആക്സസറീസ് നോക്കാം. വണ്ടി കാണുമ്പോൾ തന്നെ എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട്. മിനിമലിസ്റ്റിക് ആണ്. അതെ, മിനിമലാണ് വണ്ടി, പക്ഷെ നമുക്ക് കാണുമ്പോൾ അറിയാം ഇത് വണ്ടി സ്റ്റോക്ക് അല്ല എന്നുള്ളത്. അല്ല. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്? ഇതിലിപ്പോ ടോട്ടൽ 60,000 അടുത്തുള്ള ആക്സറീസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാനത് മിനിമലായിട്ട് വെക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഓവർ വണ്ടിയുടെ മേലേക്ക് ഓവർ വെയിറ്റ് വെക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഇന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ, നമ്മൾ വണ്ടി എടുത്തു കഴിഞ്ഞാൽ എസ്പെഷ്യലി അഡ്വഞ്ചർ ബൈക്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നേരെ വണ്ടി എടുക്കും, ഏതെങ്കിലും ഒരു ആക്സറി ഷോപ്പിൽ കയറും, അവിടെ കിട്ടുന്ന എല്ലാ സാധനവും വാങ്ങി ഫിറ്റ് ചെയ്യും. അതെ, അതിൻ്റെ ഒന്നും ആവശ്യം സത്യം പറഞ്ഞാൽ ഇല്ല. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് ലാഭമാണ്. പക്ഷെ നമ്മൾ ആസ് എ വണ്ടി പ്രേമി എന്നുള്ള അർത്ഥത്തിൽ നോക്കുമ്പോൾ വണ്ടി അത്രയും വെയിറ്റ് കയറാണ്. അതിൽ ഞാൻ തീരെ യോജിക്കുന്നില്ല. ഇപ്പോൾ ഈ വണ്ടി തന്നെ നോക്കി കഴിഞ്ഞാൽ കണ്ടോ, ക്രാഷ് കാർഡ്സ് നോക്കി വളരെ മിനിമലായിട്ട് സാധനമാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ കണ്ടോ, ചെറിയൊരു സാധനം വെച്ചിട്ടുള്ളത്, അത് വീണ് കഴിഞ്ഞാൽ പ്രൊട്ടക്ഷൻ ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഒരുമാതിരി ഇവിടെ ഇത് കണ്ടിട്ടുണ്ട്, ഒരു ബുൾബാർ പോലെ ഫ്രണ്ട്. ഓട്ടോമൊബൈൽ ഫീൽഡിൽ എപ്പോഴും R&D നടന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ ബ്രാൻഡ്സ് പുതിയത് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഒരു വണ്ടി ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പാർട്സ് ഒരു കമ്പനി ഇറങ്ങി കഴിഞ്ഞാൽ അത് മാത്രം റിലൈസ് ചെയ്യാതെ കുറച്ച് വെയിറ്റ് ചെയ്യുക, എന്തൊക്കെ വരുന്നുണ്ട് മാർക്കറ്റിൽ. ഒരു അറ്റ്ലീസ്റ്റ് ഒരു 6 months ടൈം കൊടുക്കുക. എന്നിട്ട് റിസർച്ച് ചെയ്തതിന് ശേഷം മാത്രം ആക്സറീസ് കയറ്റും. കാരണം ഇവരിത് ഇറക്കി കഴിഞ്ഞ് ഈ വണ്ടി ഓടിക്കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ് ഇതിന്റെ റിവ്യൂ എന്നുള്ളത് ഇവർ ആരും ചിന്തിക്കുന്നില്ല. വണ്ടി എടുക്കുന്നു, നേരെ ആക്സറീസ് മൊത്തം കയറ്റുന്നു എന്നുള്ളത്. അപ്പം ഞാൻ ആ കാര്യത്തിൽ വളരെ സ്പെസിഫിക് ആണ്. ഞാൻ ഈ കാര്യത്തിൽ വളരെയധികം റിസർച്ച് ചെയ്ത് ഏത് ബ്രാൻഡ്സ് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റും, ഏത് സാധനം എനിക്ക് ഇടാൻ പറ്റും, വണ്ടി എത്ര മിനിമലിസ്റ്റിക് ആയിട്ട് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് ആലോചിച്ചിട്ടാണ് ഞാൻ ഓരോ സാധനങ്ങളും എനിക്ക് എൻ്റെ പേർപ്പസിന് മാത്രം ബിൽഡ് ചെയ്തിരിക്കുന്ന വണ്ടിയാണ്. 60,000 ഇനി എന്തൊക്കെയാണെന്നുള്ളത് ആൾക്കാർക്ക് തോന്നിപ്പോകും, പക്ഷേ ഇതിൽ ഒരുപാട് സാധനങ്ങളുണ്ട്. ഫസ്റ്റ് തന്നെ ഫോഗ് ലാംപ്സ് ഇതിൻ്റെ ലൈറ്റിംഗ് അടിപൊളിയാണ്. സ്റ്റോക്ക് ലൈറ്റ് തന്നെ അത്യാവശ്യം നല്ല വിസിബിലിറ്റി വരുന്ന ലൈറ്റാണ്. പക്ഷേ അൺടിൽ അൺലെസ് നമ്മൾ ഒരു ഹൈവേ അല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വണ്ടി അടിക്കുന്ന സ്ഥലങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിന്റെ ലൈറ്റ് നമുക്കൊന്നും കാണില്ല, അത്ര ബ്രൈറ്റ് അല്ല. പക്ഷെ നല്ല ഇരുട്ടുള്ള സ്ഥലത്താണെങ്കിൽ ഇത് അത്യാവശ്യം ബ്രൈറ്റ് ആണ്. അപ്പോൾ എനിക്ക് മെയിനായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ ഞാനിത് ഇടുന്നത് ഞാനൊരു മൂന്നാർ റൈഡിന്റെ മുന്നെയാണ്. മൂന്നാറല്ല, കൊടൈ റൈഡിന് മുന്നെയാണ്. അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ ലാസ്റ്റ് ഇയർ 2025 ഭയങ്കര എക്സ്ട്രീം തണുപ്പായിരുന്നു എല്ലാ സ്ഥലത്തും. മൂന്നാറായാലും കൊടയായാലും ഭയങ്കര ഫോഗി വെതർ കണ്ടീഷൻ ആയിരുന്നു. അപ്പോൾ കൊടയിൽ പോകേണ്ട ഒരു സാഹചര്യത്തിൽ എനിക്ക് ഡെഫിനറ്റ്ലി ഷുവർ ആയിരുന്നു എൻ്റെ ഫ്രണ്ടിന്റെ കയ്യിലുള്ളത് ഒരു 850 ആയിരുന്നു, BMW 850 GS. അവൻ്റെ കയ്യിലാണെങ്കിൽ 6 ഫോഗ് ലാമ്പ് ഉണ്ട്. അപ്പോൾ അവൻ പറഞ്ഞു ഡെഫിനറ്റ്ലി എടാ നീ എൻ്റെ ബാക്കിൽ വരേണ്ടി വരും, നിനക്ക് മുന്നിൽ പോകാനോ അല്ലെങ്കിൽ അപ്പോൾ നീ എന്തായാലും ഫോഗ് ലാമ്പ് വെക്കും, കാരണം എനിക്ക് എന്തായാലും വെക്കേണ്ട സാധനമായിരുന്നു. അപ്പം ഞാൻ റിസർച്ച് ചെയ്ത് ഒരുപാട് ടൈം എടുത്തിട്ടാണ് ഞാൻ സെനയിലോട്ട് വരുന്നത്. സെന എന്ന് പറയുന്നത് അവരുടെ ഫസ്റ്റ് ഫോഗ് ലാമ്പ് ഇതാണ് അവർ ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ ഇവരിപ്പോൾ റീസെൻ്റ്ലി ആണ് ഫോഗ് ലാംപ്സിൻ്റെ ഇത് സ്റ്റാർട്ട് ചെയ്ത്. അതെ. അപ്പോൾ ഞാൻ സെന വെക്കാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫങ്ഷനാലിറ്റിയാണ്. ഇപ്പോൾ സെന എന്ന് പറയുന്നത് ഇതിൽ ഫോഗ് ലാംപ്സ് തന്നെ 2 രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഒരു വൈറ്റും വരുന്നുണ്ട്, യെല്ലോയും വരുന്നുണ്ട്. അത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്യാം. അതിൽ മോഡ്സ് വരുന്നുണ്ട്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം ഇതിന് DRLs വരുന്നുണ്ട് ഈ ഒരു ഫോഗ് ലാമ്പിന്. അപ്പോൾ DRLs വരുന്നതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വണ്ടിക്ക് ഒരു ലുക്ക് ഒന്നും കൂടെ എൻഹാൻസ്ഡ് ആയി. രാത്രിയൊക്കെ ഈ വണ്ടി എല്ലാവരും നോക്കും. അടിയിൽ 2 ഓറഞ്ച് ലൈറ്റ്സും വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ നമ്മുടെ വണ്ടിയുടെ DRL കൂടി വരുന്ന സമയത്ത് ലുക്ക് ഭയങ്കര. പിന്നെ 18 months അവർ വാറണ്ടി കൊടുക്കുന്നുണ്ട്. പിന്നെ നല്ല ത്രോ ആണ്. ഈ സാധനം അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണിൻ്റെ ഫിലമെന്റ് പോവും. അതിന് ആ ഒരു പേർപ്പസിന് വേണ്ടിയിട്ടല്ല ഞാൻ ചെയ്തത്. എനിക്ക് എൻ്റെ ഫംഗ്ഷനാണ്. ഞാൻ എപ്പോഴും ഹൈവേസിൽ ഈ സാധനം യൂസ് ചെയ്യുമ്പോൾ വളരെ കെയർഫുൾ ആണ്. ഓപ്പോസിറ്റുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ തന്നെയാണ് യൂസ് ചെയ്യാറ്. പക്ഷേ യെല്ലോ ലൈറ്റ്സ് ഞാൻ അന്ന് കൊടൈ പോയ സമയത്ത് എനിക്ക് വളരെ യൂസ്ഫുൾ ആയിരുന്നു. അന്ന് ആ കൊടൈ റൈഡ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയ കാരണം ഞാൻ കൊടൈ മല കയറുന്നത് തന്നെ രാത്രി 2 മണിക്കാണ്. ഞാനും എൻ്റെ ഫ്രണ്ടും മാത്രമാണ് ആ കൊടൈ മല കയറി പോകുന്നത്. എക്സ്ട്രീം ഫോഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് വണ്ടിയുടെ മുന്നിൽ എന്താണെന്നുള്ളത് കാണില്ല. അത്രയും എക്സ്ട്രീം ഫോഗിൽ ഈ ലൈറ്റ് എനിക്ക് തന്നത് വളരെയധികം വിസിബിലിറ്റി ആയിരുന്നു. പിന്നെ നമ്മളൊരു ഓപ്പൺ റോഡാണ്, നമ്മൾ രാത്രിയാണ് റൈഡ്. ഞാൻ ബാംഗ്ലൂർ ടു കാലിക്കറ്റ് രാത്രിയാണ്. ഇപ്പോൾ നാളെ ഞാൻ വീണ്ടും പോവുകയാണ്. അപ്പോൾ രാത്രി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പകൽ വെളിച്ചം പോലെ കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് 80 to 100 കിലോമീറ്റർ നമുക്ക് ക്രൂസ് ചെയ്യാം. കാരണം അത്രയും ക്ലീൻ ആയിട്ട് നമുക്ക് റോഡ് കാണാൻ പറ്റും. അപ്പോൾ വേറെ ബ്രാൻഡ്സും എനിക്ക് ഓപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ആ ബ്രാൻഡ് ചൂസ് ചെയ്യാൻ കാരണം ഇതിൻ്റെ എക്സ്ട്രീം വിസിബിലിറ്റിയാണ്. നല്ല വിസിബിളാണ്. കമ്പയർ ചെയ്യുമ്പോൾ മറ്റേ മാറ്റ് ഡോഗ് എന്ന് പറയുന്ന ലൈറ്റ്സ് ആണ്. മാറ്റ് ഡോഗ് ഫ്ലഡഡ് ആണ്, അതിങ്ങനെ പരന്നിട്ടുള്ളതാണ്. ഇത് സ്പോട്ടാണ് വരുന്നത്. ഇതിന്റെ യെല്ലോ പരന്നിട്ടാണ്, പക്ഷെ ബ്രൈറ്റ് സ്പോട്ടാണ്. നമുക്ക് നല്ല എക്സ്ട്രീം ലെങ്ത്തിലോട്ട് ഈ ലൈറ്റ് കിട്ടും. അപ്പോൾ അതാണ് മെയിൻ ഞാൻ ഈ ഫോഗ് ലാമ്പ് ചൂസ് ചെയ്യുന്നത്. അതിന് എനിക്ക് ഓൾമോസ്റ്റ് 13,000 ആയി. ഇപ്പോൾ ഫോഗ് ലാംപ്സ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണുന്നതാണ് ക്രാഷ് ഗാർഡ്സ് കാണാം. യെസ്, ഫോഗ് ലാംപ്സ് കഴിഞ്ഞാൽ പിന്നെ ക്രാഷ് ഗാർഡ്. അതും സെനയുടെ തന്നെയാണ്. റിസർച്ച് ചെയ്തിട്ട് മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഇതിന്റെ സ്റ്റോക്കും ഏകദേശം ഇങ്ങനെയാണ് വരുന്നത്. അതെ. ആ സ്റ്റോക്ക് കുറച്ചും കൂടി ഉള്ളോട്ടേക്കാണ്, ഇത് കുറച്ചും കൂടി പുറത്തേക്ക് നിൽക്കുന്നുണ്ട്. പിന്നെ ഫ്രെയിം സ്ലൈഡറും വരുന്നുണ്ട്. സ്റ്റോക്കിന്റെ സ്ലൈഡർ എനിക്ക് തോന്നുന്നു പെട്ടെന്ന് പൊട്ടി പോകുന്നു അല്ലേ? സ്റ്റോക്കിന്റെ സ്ലൈഡർ എനിക്ക് നമ്മൾ ഫസ്റ്റ് ചോദിച്ചപ്പോൾ രണ്ടാമത് കിട്ടിയ പണി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്ലൈഡറിന്റെ
ആ ബുഷ് ഓട്ടോമാറ്റിക് ആയിട്ട് അത് വീണുപോയി. അതിന്റെ കാരണം എന്ന് പറയുന്നത് വൈബ്രേഷൻസ് ആണ് അവർ പറയുന്നത്. അപ്പോൾ ഇത് ക്രാഷ് ഗാർഡ്സ് 2 ക്രാഷ് ഗാർഡ്സ് സെനയുടെ ക്രാഷ് ഗാർഡ്സ് വെച്ചു. അത് ഓറഞ്ച് തന്നെ കിട്ടിയതുകൊണ്ട് വണ്ടിക്ക് ആ ഒരു ലുക്കും എൻഹാൻസ്ഡ് ആവുന്നുണ്ട്. ആ വൈറ്റ് ആൻഡ് ഓറഞ്ച് അതിനൊരു മാച്ചിങ് ആയിട്ടാണ് ഞാൻ ഓറഞ്ച് വെച്ചിരിക്കുന്നത്. ഇതൊന്ന്. പിന്നെ ചെയ്തിരിക്കുന്നത് ഇതിന്റെ സ്റ്റോക്ക് ഹോൺസ് ഞാൻ 2 പ്രാവശ്യം മാറ്റി. ആദ്യത്തെ ഹോൺ എന്ന് പറയുന്നത് കീ എന്നുള്ള വളരെ ഈ വണ്ടിക്ക് ചേരുന്നില്ല, ഈ വണ്ടിയുടെ ലുക്കിനും അത് അടിച്ചോട്ട് കേൾക്കൂല, വളരെ സൗണ്ട് കുറഞ്ഞ ഹോണായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ LGP എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഡുവൽ ഹോൺ വെച്ചിരുന്നു. അത് വീണുപോയി, അതിന്റെ ഒരു സൈഡ് വീണുപോയി. അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ വണ്ടിയുടെ ആകെ ഒരു ഡ്രോബാക്ക് എനിക്ക് പറയാനുള്ളത് വൈബ്രേഷൻസ് ആണ്. വൈബ്രേഷൻസ് അതൊരു വൈബായി കണ്ടു കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ല, അത് വൈബായി കാണാത്തവർക്ക് ഈ വണ്ടി ചേരുമില്ല. വൈബ്രേഷൻസ് ഉണ്ട്. വൈബ്രേഷൻസ് എന്ന് പറയുന്ന ഒരു ബസ്സാണ്. ആ ഒരു സാധനം നമുക്ക് ഒരു 5000 RPM എക്സാക്ട്ലി 5000 RPMന്റെ ആ ഒരു ടൈമിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അത് കഴിഞ്ഞാലും വൈബ്രേഷൻ ഇല്ല, അതിന്റെ താഴെയും വൈബ്രേഷൻ ഇല്ല. പക്ഷെ അഫ്കോഴ്സ് അത് നമ്മൾ വണ്ടി എന്ന് പറയുന്ന ഒരു സാധനം പെർഫെക്റ്റ് അല്ല. നമുക്ക് എന്ത് മനുഷ്യനുണ്ടാക്കിയ സാധനമാണ്. സിംഗിൾ സിലിണ്ടറിൽ നമ്മൾ ആ സമയത്ത് ആൾക്കാണ്ട് ഇതിന് എന്തൊക്കെ പ്ലസ് പോയിന്റ്സ് ഉണ്ടെന്നാ, 1000+ അല്ലെങ്കിൽ 100+ പോയിന്റ്സ് ഉണ്ടാകുന്ന സമയത്ത് അതിലൊരു മൈനസ് പോയിന്റ് വന്ന് വെച്ചിട്ട് ഒരു കുഴപ്പമില്ല. വൈബ്രേഷൻസ് ആണ് ഇതിന്റെ മൈനസ് പോയിന്റ്. വേറെ എനിക്ക് ഈ വണ്ടിയിൽ വേറെ ഒരു പ്രോബ്ലം ഇല്ല. വൈബ്രേഷൻസ് ഈ വണ്ടിയുടെ ഒരു ശാപമാണ്. പക്ഷെ ആ വൈബ്രേഷൻസ് എക്സ്ട്രീം ഒന്നുമല്ല, അത് നമ്മളങ്ങ് യൂസ്ഡ് ആയിക്കോളും. അപ്പൊ ഞാൻ വന്നിരിക്കുന്നത് ഹിമാലയൻ 411 എന്നാണ്. അതിന്റെ വൈബ്രേഷൻസ് വെച്ച് നോക്കുന്ന സമയത്ത് ഇതിന്റെ വൈബ്രേഷൻസ് ഒന്നുമല്ല. 450 ഇതിനെക്കാട്ടും വൈബ്രേഷൻസ് കുറവാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ചില ഇതിൽ. പക്ഷെ അതിനും വൈബ്രേഷൻസ് ഉണ്ട്. പക്ഷെ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ചും കൂടി വൈബ്സ് കൂടുതൽ തരുന്നുണ്ട്. അത് നമ്മൾ എൻജോയ് ചെയ്ത് ഓടിക്കുക എന്നുള്ളതാണ്. അത് എനിക്കത് വലിയ പ്രശ്നമല്ല. അതുകൊണ്ട് ഞാൻ അതിൽ ഓക്കെയാണ്. അതെ, അപ്പൊ ഞാൻ ഹോണ്ടയിൽ നിന്ന് മാറി KTM എത്തിയല്ലോ. അതെ, ഹോണ്ട എവിടെ കിടക്കുന്നു, അത് റിഫൈൻമെന്റിന്റെ കാര്യത്തിൽ യെസ്. പിന്നെ നമ്മൾ മെയിൻ ചിന്തിക്കേണ്ടതാണ്, സിംഗിൾ സിലിണ്ടറിൽ ഇത്രയും പവർ തരുന്ന സമയത്ത് അഫ്കോഴ്സ് വൈബ്രേഷൻസ് ഉണ്ടാവും. വൈബ്രേഷൻസ് കാരണം ഈ ഒരു സൈഡിലെ ഹോൺ വീണുപോയി, അത് ഞാൻ അറിഞ്ഞില്ല. അപ്പോൾ എനിക്ക് ഹോണിന്റെ സൗണ്ട് മാറിയപ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത് വൈബ്രേഷൻസ് കാരണം ആ ബോൾട്ട്, അതിന്റെ ടൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബോൾട്ട് ലൂസായി അത് ഊരി വീണു പോയതാണ്. ആ ഹോണ് പക്ഷെ വളരെ നല്ല ഹോണായിരുന്നു, പക്ഷെ അത് അത്ര കോസ്റ്റ് ഇല്ലാത്തൊരു ഹോണാണ്. രണ്ടാമത് അഫ്കോഴ്സ് ഞാൻ പറഞ്ഞു ക്വാളിറ്റി ഞാൻ കോംപ്രമൈസ് ചെയ്യാറില്ല. രണ്ടാമത് ഞാൻ വെച്ചിരിക്കുന്ന ഡെനാലി എന്ന് പറയുന്ന ബ്രാൻഡിനെയാണ്, ഇമ്പോർട്ടഡ് ബ്രാൻഡാണ്. അവരുടെ ഫോഗ് ലാംപ്സ് ഒക്കെ ഭയങ്കര എക്സ്ട്രീം ഫേമസ് ആണ്. അത് അധികവും വെക്കുന്ന BMW GS അങ്ങനത്തെ ബൈക്സിനാണ്. അപ്പോൾ ഡെനാലിയുടെ ഹോൺ സിംഗിൾ ഹോണാണ്, പെർഫെക്റ്റ് ആണ്, വളരെ നല്ല സൗണ്ട് വരുന്ന ഹോണാണ്. പക്ഷെ കുറച്ച് കോസ്റ്റ്ലിയാണ്. ഒരു സിംഗിൾ ഹോണിന് മാത്രം 4500 രൂപ വരുന്നുണ്ട്. പിന്നെ വന്നിരിക്കുന്ന ഇതിന്റെ ഹാൻഡിൽ ബാർ റേസ്. എൻ്റെ ഫസ്റ്റ് സാധനം എൻ്റെ ഹിമാലയനിലും ഞാൻ ചെയ്തതാണ്. കാരണം എൻ്റെ ഹൈറ്റിന് എനിക്ക് ആ റൈഡിങ് പോസ്റ്റർ എനിക്ക് അത്ര കംഫർട്ടബിൾ അല്ല. ഇതിന്റെ സ്റ്റോക്ക് ഹാൻഡിൽ ബാർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓടിക്കുന്ന, ഇപ്പൊ നമ്മൾ ഇങ്ങനെ തന്നെ കാണിച്ചു തരാം, ഇങ്ങനെയാണ് ഓടിക്കുക. എനിക്കെപ്പോഴും ഈ ഒരു ഹാൻഡിൽ ബാർ പൊസിഷൻ വേണം, കുറച്ച് ലിഫ്റ്റഡ് ആയിട്ടുള്ള പൊസിഷൻ. കാരണം എൻ്റെ കയ്യിന് നീളമുള്ളതുകൊണ്ട് എനിക്കിത് ഓഫ് റോഡ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഓടിക്കാൻ പറ്റണം. അപ്പോൾ അതിന്റെ മെയിൻ റീസൺ കാരണം ഹാൻഡിൽ ബാർ റേസസ് ഞാൻ ഓൾമോസ്റ്റ് ഒരു 1.5 ഇഞ്ചാണെന്ന് തോന്നുന്നു. കാർബൺ റേസിംഗിന്റെ ഹാൻഡിൽ ബാർ റേസസ് ആണ് ഞാൻ ആദ്യം വാങ്ങി വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് വെച്ചു. പിന്നെ ക്രാഷ് ഗാർഡ്സ്, ഹോണ്, പിന്നെ നമ്മുടെ ഡിസ്പ്ലേയുടെ മേലെ വരുന്ന നമ്മുടെ നാവിഗേഷൻ, അതിൻ്റെ ഒരു കസ്റ്റമൈസ്ഡ് മൗണ്ട് തന്നെ വാങ്ങി. എല്ലാവരും ചെയ്യുന്നൊരു പരിപാടി പറഞ്ഞാൽ വേറെ മൗണ്ട് വെച്ച് അത് ഭയങ്കര പ്രൊജക്റ്റഡായി നിൽക്കും. ഞാൻ അതിൻ്റെ ഒരു കസ്റ്റമൈസ്ഡ് മൗണ്ട് വെച്ച് അതിൻ്റെ മുകളിൽ ബോബോയുടെ മൗണ്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് ഞാനൊരു 1 ഇയർ ആയിട്ട് എങ്ങനെ പോലെ 8 months മുകളിലായി. ഞാൻ എൻ്റെ ഐഫോൺ തന്നെയാണ് അതിൽ നാവിഗേഷൻ യൂസ് ചെയ്യുന്നത്. ക്യാമറ ഇഷ്യൂസ് എനിക്ക് ഒന്നും ഇതുവരെ ഒരു പ്രശ്നവും വന്നിട്ടില്ല. ഐഫോണിന്റെ ക്യാമറയ്ക്ക് ഒരു പ്രശ്നം. എന്നോട് കുറെ ഫ്രണ്ട്സ് പറഞ്ഞു ഇത് യൂസ് ചെയ്യാൻ പാടില്ല. എനിക്ക് ഇതുവരെ ഒരു പ്രശ്നവും വന്നിട്ടില്ല. നല്ല ഓഫ് റോഡും ഞാൻ അത് വെച്ച് പോയിട്ടുണ്ട്, നല്ല പൊളിക്കാറുണ്ട്. പക്ഷെ ക്യാമറയ്ക്ക് ഇതുവരെ എനിക്ക് ഐഫോണിന് ഒരു പ്രശ്നം വന്നിട്ടില്ല. വൺ ഓഫ് ദ ബെസ്റ്റ് നമ്മുടെ GPS മൗണ്ടിങ് സിസ്റ്റമാണ്. കുറെ ആൾക്കാർ ഇതിന് ബദലായിട്ട് വെക്കുന്നത് എന്താ വെച്ചാൽ മറ്റേ TFT, മറ്റേ 14,000 15,000 മിനിമം സ്റ്റാർട്ട് ചെയ്യുന്ന 5,000 rupees തൊട്ട് മുകളിലേക്കാണ്. അപ്പൊ അത് വെക്കുമ്പോൾ ഒരു ആകെ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ അതിന്റെ മെറിറ്റ് എന്താന്ന് വെച്ചാൽ അതിൽ TPMS-ഉം ക്യാമറ ഉണ്ടെങ്കിൽ നല്ല ഓപ്ഷനാണ്. നിങ്ങൾക്ക് മുന്നിൽ എന്തെങ്കിലും ആക്സിഡന്റ് പൊല്യൂഷൻ വന്നാൽ അത് റെക്കോർഡ് ആവും. ടയർ പ്രഷർ നിങ്ങൾക്ക് മോണിറ്റർ ചെയ്യാം. അതല്ലാതെ നാവിഗേഷൻ പെർസ്പെക്റ്റീവിലാണ് അത് വെക്കുന്നത് വെച്ചാൽ അത് മണ്ടത്തരമാണ്. കാരണം അതിലാകെ കാണിക്കുക കാറിന്റെ റൂട്ട് മാത്രമാണ്. ആളുകൾക്ക് ഇപ്പോഴും ഇത് മനസ്സിലായിട്ടില്ല. ബൈക്കിന്റെ റൂട്ട് കിട്ടുന്ന വെച്ചിട്ട് നമുക്കിപ്പോൾ ഇവിടുന്ന് കോഴിക്കോട് പോകണമെങ്കിൽ ഇവർ കാണിക്കുക മൈസൂർ റോഡാണ്. മൈസൂർ റോഡ് കൂടി ബൈക്ക് പോകില്ല. നമ്മളിത് അറിയാതെ മൈസൂർ റോഡ് കയറ്റി കഴിഞ്ഞാൽ 500-1000 രൂപ നമുക്ക് ഫൈൻ അടക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് ഓപ്ഷൻ കൂടി കിട്ടില്ല. അതിൻ്റെ അകത്ത് ഏതോ എക്സ്റ്റേണൽ ഏതോ മാപ്പ് നമ്മൾ വേറെ ഏതോ ഒരു ആപ്പ് യൂസ് ചെയ്യണം. ഇപ്പൊ ഇനിയിപ്പോൾ വീണ്ടും അവരെ ഇറക്കിയിട്ടുണ്ടോ അറിയില്ല. ഇപ്പൊ എന്റെ ഫ്രണ്ട് ഇപ്പോൾ റീസെന്റ് പർച്ചേസ് ചെയ്തു, അവന് ഈ സാധനം വാങ്ങി വെച്ചു. ഞാൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൽ കാറിന്റെ റൂട്ടേ കാണിക്കുന്നു. ബൈക്ക് പോകുന്ന റൂട്ടുകൾ ഒരു ചെറിയ ഇൻസൈഡ് റോഡ്സ് ഒന്നും അതിൽ കാണിക്കില്ല. ബൈക്കിന് വേണ്ടി ഉണ്ടാക്കുന്ന സമയത്ത് ബൈക്ക് പോകുന്ന റൂട്ട് വേണ്ട ഉണ്ടാക്കാൻ.
അപ്പോൾ അതിന് പകരമാണ് ഞാനൊരു എക്സ്റ്റേണൽ ഫോൺ, എനിക്ക് വേറൊരു ഫോണുണ്ട്, ചിലപ്പോൾ ഞാൻ അത് വെക്കാറുണ്ട്. ഞാൻ അധികം ഐഫോൺ തന്നെയാണ് യൂസ് ചെയ്യാറ്. പിന്നെ എനിക്ക് എൻ്റെ ഇന്റർകോം കണക്റ്റഡ് ആണ്. പിന്നെ ചെയ്തിരിക്കുന്ന പെർഫോമൻസ് വൈസ് ആകെ ചെയ്തിരിക്കുന്ന BMCയുടെ എയർ ഫിൽറ്റർ ആണ്. അത് 7500 ആയി BMCയുടെ എയർ ഫിൽറ്റർ. അതിനുശേഷം വണ്ടിയിൽ നല്ല പെർഫോമൻസ് ഡിഫറൻസ് ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ ത്രോട്ടിൽ റെസ്പോൺസ് കൂടി. ഒരു 5000 RPM കഴിഞ്ഞാലാണ് അതിന്റെ പുള്ള് ശരിക്കും മനസ്സിലാവുക. ഇനി രണ്ടാമത് പെർഫോമൻസ് എനിക്ക് ചെയ്യാൻ ഇനിയൊരു ഇതുള്ളത്, എനിക്കിതിൻ്റെ എക്സോസ്റ്റ് മാറ്റിയാൽ കൊള്ളാവുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഫ്യൂൽ എക്സ് എന്ന് പറയുന്ന ഫ്യൂലിംഗ് കുറച്ചും കൂടിയും സ്റ്റേബിൾ ആവാനും കുറച്ചും കൂടിയും ഫാസ്റ്റ് ഫ്യൂലിംഗ് കിട്ടാൻ വേണ്ടി ഫ്യൂൽ എക്സ്, എക്സോസ്റ്റ് ആൻഡ് BMC ഈ 3 കോംബോ മതി സത്യം പറഞ്ഞാൽ ഈ വണ്ടിക്ക്. അതിൽ ചെറിയ രീതിയിലൊരു പവർ ഇൻക്രിമെന്റ്, വലിയ ഡ്രാസ്റ്റിക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ചെറിയ രീതിയിലൊരു പവർ ഇൻക്രിമെന്റും ത്രോട്ടിൽ റെസ്പോൺസും ബെറ്റർ ആവും, സൗണ്ട് കുറച്ചും കൂടി ഫീൽ ആവും. മെയിനായിട്ട് ഈ വണ്ടിയിൽ മിസ്സാവുന്നതെന്ന് പറഞ്ഞാൽ സൗണ്ടാണ്. ഇതിൽ സൗണ്ട് ഉണ്ട്. 5000 RPM കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ BMC വെച്ചുകൊണ്ട് ആ എയർ ഇൻടേക്ക് ചെയ്യുന്നതിന്റെ സൗണ്ട് നല്ല രസം. പിന്നെ ഞാൻ മോഡിഫിക്കേഷൻസ് വരുന്നത് ടോപ്പ് ബോക്സ് ആണ്. ഇതെന്റെ യൂട്ടിലിറ്റിയാണ്. കാരണം ഞാൻ ഏത് റൈഡ് പോകുന്ന സമയത്ത് നമുക്കിപ്പോൾ ഒരു ഹോട്ടലിൽ നിർത്തി ഒരു ഫുഡ് കഴിക്കണമെങ്കിൽ ഈ ഗ്ലൗവ്, ഹെൽമെറ്റ്, ചിലപ്പോൾ ജാക്കറ്റ്, ഇതെല്ലാം നമ്മളൊരു സ്ഥലത്ത് കൊണ്ടുപോയി വെച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതാകുമ്പോൾ ഭയങ്കര ഹാസൽ ഫ്രീ ആണ്. ഞാൻ ആദ്യം 45 ആയിരുന്നു നോക്കി, പക്ഷേ എൻ്റെ പേർപ്പസിന് എനിക്ക് 50. എൻ്റെ ഹെൽമെറ്റ് കുറച്ചും കൂടി ബിഗർ സൈസ് ആയതുകൊണ്ട് ഹെൽമെറ്റ് വെക്കാനും എൻ്റെ എല്ലാ സാധനവും ഇതിൽ പോകും. LS2 എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന് എനിക്ക് 16,000 ആയി. പിന്നെ ഇതിൻ്റെ ഇത് വെക്കാനുള്ള കാരിയർ, നമുക്ക് ടോപ്പ് റാക്ക്, കാരിയർ അല്ല ടോപ്പ് റാക്ക്, അതിന് എനിക്ക് 3600 ആയി. മോട്ടോ ടോർക്കാണ് യൂസ് ചെയ്തത്. എനിക്ക് അതിൻ്റെ ഡിസൈൻ വളരെ ഇഷ്ടമായി. ഗ്രാബ് റെയിൽസ് വരുന്നുണ്ട്, ക്വാളിറ്റി നല്ല ക്വാളിറ്റിയാണ്. മോട്ടോ ടോർക്കിൻ്റെ പ്രോഡക്ട്സ് അവർ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റാണ്. പിന്നെ ഇതിൻ്റെ സ്പൂള് വെച്ചിട്ടുണ്ട്, കാരണം സെൻറ്റർ സ്റ്റാൻഡ് ഇല്ല. അതൊരു വലിയ ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. സെൻറ്റർ സ്റ്റാൻഡ് ഇപ്പോൾ IDV ബൈക്സിന് സെൻറ്റർ സ്റ്റാൻഡ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓഫ് റോഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സ്പ്രിംഗ് വന്നേയും പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് തൂങ്ങി കിടക്കും. അപ്പോൾ അതുകൊണ്ടായിരിക്കും ആ ഒരു പേർപ്പസിലാണ് ഇവർ സെൻറ്റർ സ്റ്റാൻഡ് കൊടുക്കാൻ. ആക്ച്വലി ആക്സസറീസിൽ കിട്ടും, ആക്സറീസിൽ കിട്ടും. പക്ഷേ ആക്സറീസിൽ വെച്ചവന്മാർക്കൊക്കെ ഈ പണിയാണ്. നമ്മൾ ഓഫ് റോഡിന് വണ്ടി ഒന്ന് ചാടിക്കണമെങ്കിൽ ഈ സാധനം താഴെ പോയി അടിക്കും. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഞാൻ സ്പൂള് വെച്ചു, പാഡോക്ക് ഉണ്ട്, പാഡോക്ക് വെച്ചിട്ടാണ് ഞാൻ കാര്യങ്ങൾ ചെയ്യാറ്. എവിടെ കൊണ്ടുപോയാലും പാഡോക്ക് ഉള്ള സ്ഥലത്തേ കൊണ്ടുപോകാറുള്ളൂ. അപ്പോൾ അവർക്കും ഈസി ആയിട്ട് വണ്ടി ഇത് ചെയ്യാൻ പറ്റും. ഓഫ് റോഡ്സ് ഒക്കെ ചെയ്യാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മേക്ക് സെൻസ്. അതെ ഓഫ് റോഡ് ചെയ്യാൻ റോഡ് മാത്രമാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇടയ്ക്ക് ഓഫ് റോഡ് പറഞ്ഞല്ലോ, ഓഫ് റോഡ് ഇടയ്ക്ക് ചെയ്യുന്നതാണ്. ഇതൊക്കെയാണ് മെയിനായിട്ട് മോഡിഫിക്കേഷൻസ് ഭാഗത്ത് ഞാൻ ചെയ്തിരിക്കുന്ന. ഹോൺ ഇതൊക്കെ തന്നെ. ഇപ്പോൾ KTM ഇതിൻ്റെ 350 ഇറക്കിയിട്ടുണ്ട്. ഡ്യൂക്ക് ആയിക്കോട്ടെ, അഡ്വഞ്ചർ ആയിക്കോട്ടെ, അതിൻ്റെ എന്താണ് അഭിപ്രായം? വളരെ മോശം അഭിപ്രായമാണ്. അവർ ടാർഗറ്റ് ചെയ്യുന്ന ഒരു തരം കസ്റ്റമേഴ്സ് ഉണ്ട്. ആ കസ്റ്റമേഴ്സിന് അത് അത്രയും വാല്യുബിൾ ആയിട്ടായിരിക്കും ആ കസ്റ്റമേഴ്സ് ആ സാധനം എടുക്കുക. 390X, S, R ഇങ്ങനെ 3 വേരിയൻസ് ആണ് അഡ്വഞ്ചർ സെഗ്മെന്റിൽ വരുന്നത്. S എന്ന് പറയുന്നത് ഇതിന്റെ ടോപ്പ് വേരിയന്റ്, അതായത് എല്ലാ ഫീച്ചേഴ്സും കൂടിയിട്ടുള്ള സാധനം. X എന്ന് പറയുന്നത് ഇതിൽ കുറച്ച്, അതായത് ഈ സ്പോക്ക് വീൽസ് ആയിരിക്കില്ല, കുറച്ച് ട്രിം ഡൗൺ ആണ്. സൈസ് ഡിഫറൻസ് ഉണ്ട്, വീലിന്റെ സൈസ് ഡിഫറൻസ് ഉണ്ട്. ഇവർ ആദ്യം ഇറക്കിയ സമയത്ത്, X ഇറക്കിയ സമയത്ത് Xൽ ക്രൂസ് കൺട്രോൾ ഉണ്ടായിരുന്നില്ല ഫസ്റ്റ് ഇത് ഇറങ്ങിയ സമയത്ത്. അത് കഴിഞ്ഞ് ഇവർ എക്സിലും കൊണ്ടുപോയിട്ട് ക്രൂസ് കൺട്രോൾ വെച്ചു. ഓക്കെ, എഗ്രീഡ്, നമ്മളൊരു ടൂറിംഗ് ബൈക്കാണ് ക്രൂസ് കൺട്രോൾ. അത് കഴിഞ്ഞതിന് ശേഷം ഇവർ 6 ഇറക്കി. മെയിൻ ബിഗ്ഗസ്റ്റ് ഡിസപ്പോയിൻമെന്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ആക്ച്വലി ഇതിന്റെ 6 ആണ് എനിക്ക് ഇഷ്ടം ഉണ്ടായിരുന്നത്. അതിന്റെ ഹൈറ്റ് ഭയങ്കര ഒരു ഫീച്ചറാണ്. രണ്ടാമത് ഇതിന്റെ ഈ ഒരു ഫ്രെയിം 6 ഓറഞ്ച് ആണ് വരുന്നത്. ഈ ഗ്രാഫിക്കും 6 എന്നുള്ള സാധനമാണ്. ഈ ഗ്രാഫിക് അല്ല 6 വരുന്നത്. 6 സെപ്പറേറ്റ്, ഇറ്റ്സ് ആൻ R. അത് ഇന്റർനാഷണൽ സ്പെക് ആണ്. അതിന്റെ സസ്പെൻഷൻ ഡിഫറൻസ് ഉണ്ട്, ഏറ്റവും ടോപ്പ് മോസ്റ്റ് സസ്പെൻഷൻ ആണ്. അതിൽ നിന്നും ഇത് മാറ്റി നിർത്തുന്ന ആകെ ഒരു ഫാക്ടറേ ഉള്ളൂ, അത് ടയറിന്റെ. അത് എന്ന് പറയുന്നത് ട്യൂബ് ടയേഴ്സ് ആണ്. ഇത് കംപ്ലീറ്റ്ലി ട്യൂബ്ലെസ് ആണ്. ഈ വണ്ടിയുടെ മൊത്തത്തിൽ ഏറ്റവും കോസ്റ്റ് വരുന്ന സാധനം ഇതിന്റെ റിംസ് ആണ്. ഏകദേശം എനിക്ക് തോന്നുന്ന 40,000 അടുത്തെങ്ങാണ്ട് വീൽസിന് മാത്രം വരുന്നുണ്ട് എന്നാണ് എനിക്ക് അറിയുന്നത്. എനിക്ക് എക്സാക്ട് നമ്പേഴ്സ് അറിയാം. പക്ഷേ ഇതാണ് ഇതിലെ ഏറ്റവും എക്സ്പെൻസീവ് പാർട്ട്. ഹിമാലയൻ എന്തുകൊണ്ട് എടുത്തില്ല എന്ന് പറയുന്നത് അതിലൊരു മേജർ റീസൺ ഇതും കൂടിയാണ്. കാരണം എനിക്ക് 2 പ്രാവശ്യത്ത് പഞ്ചർ കുടുങ്ങി. ഭയങ്കര ഹാസൽ ഫ്രീ ആയിട്ട് എനിക്ക് എന്റെ റൈഡ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റി. ആ സാധനം എടുത്ത് ട്യൂബ്ലെസ് ആണ്, വളരെ പെട്ടെന്ന് സാധനം. ഹിമാലയനൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഇത്രയും വെയിറ്റ് ഉള്ള വണ്ടി എവിടെയെങ്കിലും പഞ്ചർ കുടുങ്ങി കഴിഞ്ഞാൽ ഇതിനെക്കാട്ടും വെയിറ്റ് ആണ് ആ സാധനം. ഭയങ്കര ഹെവിയാണ് ആ വണ്ടി. അത് രണ്ടാമത്തെ റീസൺ, വെയിറ്റ്. ഹിമാലയൻ എന്തുകൊണ്ട് എടുത്തില്ല പറഞ്ഞാൽ ഭയങ്കര വെയിറ്റ് ആണ് ആ സാധനം. ആ വണ്ടി കൊണ്ട് നമുക്ക് ഓഫ് റോഡ് അടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓഫ് റോഡ് അടിക്കുന്നവരുണ്ട്, അതിന്റെ മുകളിൽ കുറേ വെയിറ്റ് റിഡക്ഷൻ ചെയ്യണം. ഹാസൽ ഫ്രീ ആയിട്ട് ഓഫ് റോഡ് ചെയ്യാൻ പറ്റില്ല. ഇതിൽ നമുക്ക് ഇതിന്റെ വെയിറ്റ് ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. നമുക്ക് ഈ വണ്ടിയുടെ ഒരു ഭാഗത്ത് മാത്രം വെയിറ്റ് തോന്നില്ല. 450 എന്ന് പറയുന്നത് ആ ഫ്രണ്ട് ഭാഗം ഭയങ്കര വെയിറ്റ് ആണ്. വണ്ടി സ്റ്റാൻഡിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ അത് മനസ്സിലാവും. ഇതൊക്കെ പറയുമ്പോൾ ഇഷ്ടപ്പെടാത്ത ഒരാളും കേട്ടോ. ആര്? അനന്തു. കേക്കട്ടെ, ഓഫ്കോഴ്സ് മാറ്റിയല്ലോ. മറ്റേ അലോയ് റിംസ് മാറ്റിയിട്ട് എത്രയോ പൈസ കൊടുത്തിട്ട് വീണ്ടും അതിന്റെ മുകളിൽ പൈസ കയറ്റിയില്ല. നമുക്കിതെല്ലാം കൂടി പാക്ഡ് ആയിട്ടാണ് വരുന്നത്. കാരണം അവൻ എത്ര പഞ്ചറാണ് വഴി കിട്ടിയേക്കുന്നത്. ലാസ്റ്റ് പാവം മൈസൂര് പോയപ്പോ നടു റോട്ടില് നട്ടപ്പാതിരക്ക് വിട്ടു. അതെ, ഒന്ന് ആലോചിച്ച് നോക്കിയാ, നമ്മൾ ഇത്രയും പൈസയും കൊടുത്ത് വാങ്ങിയിട്ട് നമ്മൾ രാത്രിയൊക്കെ യാത്ര ചെയ്യുന്ന ആൾക്കാരാണ്. ഇതിലും ഇപ്പൊ പഞ്ചർ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ഐസൊലേറ്റഡ് സ്ഥലത്താണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ
നെക്സ്റ്റ് പഞ്ചർ ഷോപ്പിൽ എനിക്ക് ഈ സാധനം റിപ്പയർ കിട്ടും. അല്ല അതല്ല നമ്മുടെ കയ്യിലിപ്പോൾ ഒരു എക്സാക്ട്ലി അത് ഭയങ്കര യൂസ്ഫുൾ ആണ്. നമ്മളിപ്പോൾ എൻ്റെ ടോപ്പ് ബോക്സിൽ മറ്റേ ഇതിന്റെ ഇതുണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെ സാധനം അടുത്ത നെക്സ്റ്റ് വരെ ഓടിക്കാൻ പറ്റും. മറ്റേത് ഇത് ഹിമാലയനൊക്കെ ഇത്രയും വെയിറ്റ് ഉള്ള വണ്ടിക്ക് ഇവര് ട്യൂബ്ലെസ് സ്പോക്സ് കൊടുക്കാതെ വളരെ മോശമാണ്. അത് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നതിന് എൻ്റെ 12,000 രൂപ എങ്ങാണ്ട് എക്സ്ട്രാ കൊടുക്കണം. അത് ആദ്യമായിരുന്നു. ഇപ്പൊ അത് മാറ്റി 40,000 ആയി. ഇതിനും 40 ആണോ അതിന്റെ കൂടുതൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അതൊന്ന് ചെക്ക് ചെയ്തിട്ട് പറയുന്നത്. സ്റ്റോക്ക് ഉണ്ടല്ലോ, സ്റ്റോക്ക് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ 6 അതില്ല. പക്ഷെ 6 ഇതിനെക്കാട്ടും ഹൈറ്റ് ആണ് വണ്ടി. ഇപ്പൊ ഈ വണ്ടി തന്നെ ഞാൻ ഓൾമോസ്റ്റ് 6 ഫീറ്റിന്റെ അടുത്ത് 6 ഫീറ്റ് ഉണ്ട്. എന്റെ ഓൾമോസ്റ്റ് ഷോൾഡറിന്റെ ലെങ്ത്തിൽ ഈ വണ്ടി ഇതിന്റെ വൈസർ വരുന്നുണ്ട്. 6 വരുന്ന സമയത്ത് 6 ഏകദേശം ഈ ഹൈറ്റ് ഉണ്ടാവും. ഓക്കെ. അപ്പൊ അത് കുറച്ചും കൂടിയും ഓഫ് റോഡ്, പ്രോപ്പർ ഓഫ് റോഡ് ഓറിയന്റഡ് ആണ്. ഇത് റോഡ് പ്ലസ് ഓഫ് റോഡ് ഓറിയന്റഡ് ആണ്. അപ്പൊ എനിക്ക് 6 എടുക്കാൻ താല്പര്യം. അത് ഇവന്മാർ 1 കൊല്ലം കഴിഞ്ഞിട്ട് ഇവര് 6 ഇതിനേക്കാൾ വില കുറച്ചിട്ട് അവർ 6 ഇറക്കി. അത് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. KTM നിങ്ങൾ കേൾക്കണം. രണ്ടാമത് ഇതേ സാധനം ഇതേ ബ്രാൻഡിങ്ങിൽ ഇവിടെ 390 എന്നുള്ള ഇതേ സ്പെക്കിൽ ഇപ്പൊ 349 cc അതവർ ചെയ്ത് ശുദ്ധ ചെറ്റത്തരമാണ്. ഒന്നും പറയാനില്ല. അത് അങ്ങനെ തന്നെ ഞാൻ പറയും. കാരണം ഈ വണ്ടി 5,20,000 5 ലക്ഷം ഇപ്പൊ എടുക്കുകയാണെങ്കിൽ 5,20,000 എടുക്കുന്ന ഒരാൾക്കും ഇതേ ബ്രാൻഡിങ് ആണ്. അവർ 350 എന്ന് മെൻഷൻ ചെയ്യണമായിരുന്നു. അഡ്വഞ്ചർ 350 അല്ലെങ്കിൽ 349. അഡ്വഞ്ചർ 349 ആയിക്കോട്ടെ, അറ്റ്ലീസ്റ്റ് ഗ്രാഫിക് ചേഞ്ച് ചെയ്യാം. അതുമില്ല. അപ്പൊ ഇപ്പൊ ഇത്രയും പൈസ കൊടുത്തെടുക്കുന്നവൻ ആരായി? പൊട്ടനായില്ലേ? ടാക്സ് മാത്രം കുറയ്ക്കുന്ന ഒരു പെർസ്പെക്റ്റീവില്. അപ്പൊ എന്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ അത്ര കൊടുത്തെടുക്കാൻ പറ്റുന്നവൻ എടുത്താൽ മതി എന്നുള്ളത് KTM ചിന്തിക്കണമായിരുന്നു. അല്ലാതെ ഇപ്പൊ നമ്മളെ മണ്ടന്മാരാക്കല്ലേ. 5 lakh സെഗ്മെന്റിൽ ഇത് നമ്മളെ പോലെയുള്ള ഒരു മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത് വൺ ഓഫ് ദ എക്സ്പെൻസീവ് ആയിട്ടുള്ള ബൈക്ക് തന്നെയാണ്. മെയിൻ്റെനൻസ് കോസ്റ്റ് വൈസ് ആയാലും ഇത് അഫോർഡബിൾ ആണെന്ന് പറഞ്ഞൊരു അത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ബൈക്ക് തന്നെയാണ്. ഇതിന്റെ നെക്സ്റ്റ് സെഗ്മെന്റ് എന്ന് പറയുന്നത് അഫ്കോഴ്സ് ഇനി 600cc 650cc 800 890 അല്ലെങ്കിൽ അതിന്റെ മുകളിലേക്കുള്ള ബൈക്സേ ഉള്ളൂ. KTMന്റെ 490 വരുന്നുണ്ട്. അതെ ഇനി ട്വിൻ സിലിണ്ടർ വരുന്നുണ്ട്. അത് ഹാപ്പിയാണ്. ട്വിൻ സിലിണ്ടർ ആണ്, 490 ആണ്. പക്ഷെ ഇവർ ഈ സിംഗിൾ സിലിണ്ടറിൽ ഇവർ ഈ ടാക്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് 350cc എന്നും പറഞ്ഞിട്ട് ഇറക്കിയത് വളരെ സെറ്റത്തരമാണ് KTM ചെയ്ത്. അത് KTM അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അവർ 390 എന്ന് പറയുന്ന അവരുടെ ഒരു ഐക്കോണിക് എഞ്ചിനാണ്. എനിക്ക് തോന്നുന്നു ഈ ബജാജിന്റെ കൈ കിട്ടിയതിന് ശേഷമാണ് അവർ ഈ പരിപാടികളൊക്കെ ചെയ്യുന്നത്. ഇന്ത്യൻസിന്റെ മൈൻഡ് സെറ്റ് വെച്ച് കളിക്കുകയാണ്. ഇതിപ്പോൾ അവർ 349cc ഈ വണ്ടിയും വേറൊരു വണ്ടി കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നമുക്ക് ആകെ മനസ്സിലാവുക ഇതിന്റെ ഇവിടെ എഞ്ചിൻ കേസിംഗിന്റെ മുകളിൽ 390, എൻ്റെ ഇതിൽ 398 എന്നാണ് എഴുതിയിരിക്കുന്നത്, അതിൽ 349. അത് നോക്കിയാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. പക്ഷെ അത് ഇവരുടെ ബിഗ്ഗർ കസ്റ്റമേഴ്സ്, ഇവരുടെ ഇത്രയും പൈസ കൊടുത്ത് വാങ്ങുന്ന കസ്റ്റമേഴ്സിന് അവർ ചെയ്തൊരു ചതി തന്നെയാന്ന് ഞാൻ പറയുള്ളൂ. സർവീസിൽ എങ്ങനെയാണ് നമുക്ക് സർവീസ് സെന്റേഴ്സിന്റെ അവൈലബിലിറ്റി ഇവിടെ ബാംഗ്ലൂർ എങ്ങനെയാണ്? അടിപൊളിയാണ്. ബാംഗ്ലൂരാണ് ഏറ്റവും ബെസ്റ്റ് സർവീസസ് ഉള്ളത്. എൻ്റെ നാട്ടിൽ കാലിക്കറ്റ് വെസ്റ്റിൽ KTM അടിപൊളിയാണ്. കാരണം ഞാൻ അവിടെയും കൊടുത്തിട്ടുണ്ട്. ഞാൻ ആകെ കൊടുത്തിരിക്കുന്നത് ബാംഗ്ലൂർ BTM KTM-ലും കോഴിക്കോട് വെസ്റ്റിൽ KTM-ലാണ്. രണ്ടും എനിക്ക് നല്ല സർവീസ് തന്നെയാണ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതുവരെ എനിക്ക് സർവീസ് റിലേറ്റഡ് ഒരു ഇഷ്യൂസും വന്നിട്ടില്ല. ഇപ്പോൾ വണ്ടി 15,000 കിലോമീറ്റേഴ്സ് കഴിഞ്ഞു. ഇതിന്റെ ബ്രേക്ക് പാഡ്സിന്റെ എന്ന് പറഞ്ഞാൽ എനിക്ക് 3,500 to 4,000 ആണ് എനിക്ക് ബ്രേക്ക് പാഡ്സ് ഫ്രണ്ട് കിട്ടുന്നത്. ബാക്ക് പിന്നെ അഫ്കോഴ്സ് കൂടുതൽ ലാസ്റ്റ് ചെയ്യും. ഫ്രണ്ട് ബ്രേക്ക് പാഡ്സ് ഞാൻ 3 പ്രാവശ്യം മാറ്റിയിട്ടുണ്ട്. ഈ ഒരു 16,000 ഉള്ളിൽ ഓൾമോസ്റ്റ് 3 തവണ മാറ്റിയിട്ടുണ്ട്. ലാസ്റ്റ് മാറ്റിയത് എനിക്ക് തോന്നുന്നത് 9,000 ആ സമയത്ത് എങ്ങാണ്ടാ. ഇപ്പൊ ഓൾമോസ്റ്റ് 16,000 വരെ കിട്ടുന്നുണ്ട്. ബ്രേക്കിംഗ് ഒരു രക്ഷയില്ലാത്ത ബ്രേക്കിംഗ് ആണ്. സേഫ്റ്റി പെർസ്പെക്റ്റീവിലും ഈ ബൈക്ക് അടിപൊളിയാണ്. നല്ല ബ്രേക്കിംഗ് ആണ്, നല്ല കോൺഫിഡൻസ് വരുന്നത്. അത് എനിക്ക് ഹിമാലയൻ 450 ഓടിച്ചിട്ടും എനിക്ക് ആ ഫീൽ കിട്ടിയിട്ടില്ല. എനിക്കറിയില്ല, എനിക്ക് പേഴ്സണലി ആ ഫീൽ കിട്ടിയിട്ടില്ല. ഇത് പിടിച്ച് നിർത്തുന്ന പോലെ 160 ആണെങ്കിലും 160 170 ക്രോസ് ചെയ്തിട്ട് നമുക്ക് ബ്രേക്കിംഗ് വളരെ പെട്ടെന്ന് നമുക്ക് ഇതിന്റെ ABS ആയാലും അടിപൊളി ബ്രേക്കിംഗ് ആണ് KTM-ന്റെ. 3 മോഡ്സ് ആണ് മെയിൻലി ഇതിൽ വരുന്നത്. ഒന്ന് നമ്മുടെ സ്ട്രീറ്റ് മോഡ്, ഒന്ന് നമ്മുടെ ഓഫ് റോഡ് മോഡ്, ഒന്ന് നമ്മുടെ റെയിൻ മോഡ്. ഈ 3 മോഡ്സും നമുക്ക് 3 കാറ്റഗറിയിൽ നമുക്ക് യൂസ് ചെയ്യാം. നമ്മളുടെ റൈഡിങ് പ്രിഫറൻസ് എന്താണോ അതിനനുസരിച്ച് യൂസ് ചെയ്യാം. അപ്പോൾ സ്ട്രീറ്റ് മോഡ് എന്ന് പറയുന്നത് നമ്മൾ റെഗുലർ കമ്മ്യൂട്ട്, അതിൽ ഒരുവിധം എല്ലാ ഇലക്ട്രോണിക്സും വർക്കിംഗ് ആണ്. ഞാൻ സ്ഥിരം ഓടിക്കുന്നത് റെയിൻ മോഡിലാണ്, സ്ട്രീറ്റ് മോഡിലാണ്. രണ്ടാമത്തെ മോഡ് എന്ന് പറയുന്നത് ഓഫ് റോഡ് മോഡാണ്. ഓഫ് റോഡ് മോഡ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി വണ്ടിയുടെ പെർഫോമൻസ് തന്നെ മാറുന്നുണ്ട്. മെയിൻലി ത്രോട്ടിൽ റെസ്പോൺസ് നല്ല രീതിയിൽ ഇൻക്രീസ് ആവും. ആ ത്രോട്ടിൽ റെസ്പോൺസ് നമുക്ക് ഇതിൽ അഡ്ജസ്റ്റ് വരെ ചെയ്യാം. ശരി, അതെ, ഓക്കെ. നമുക്ക് ത്രോട്ടിൽ റെസ്പോൺസ് കൂട്ടണോ കുറയ്ക്കണോ എന്നുള്ളത് ഇതിൽ ഡിസ്പ്ലേയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. റിയർ ABS, ട്രാക്ഷൻ കൺട്രോൾ, എല്ലാ സാധനങ്ങളും ഓഫ് ആവും. വണ്ടി കുറച്ചും കൂടി റോ ആവും. ഇലക്ട്രോണിക്സ് കംപ്ലീറ്റ് പകുതി കട്ടാവും. ഇത് ഞാൻ ഓഫ് റോഡൊക്കെ ചെയ്യുന്ന സമയത്താണ് യൂസ് ചെയ്യാറ്. പക്ഷെ വളരെ കുറവാണ്. ഞാൻ അങ്ങനെ പോകുന്ന സമയത്ത് മാത്രമേ ആ മോഡ് ഇടാറുള്ളൂ. പിന്നെ ഉള്ളത് റെയിൻ മോഡ് ഞാൻ എക്സാക്ട്ലി മഴയുള്ള സമയത്ത്, പേര് പോലെ തന്നെ മഴയുള്ള സമയത്ത്, കാരണം അതിൻ്റെ ഇലക്ട്രോണിക്സ് ഏറ്റവും ടോപ്പ് മോസ്റ്റ് ഇതിൽ വർക്ക് ആവുകയും ചെയ്യും.
പവർ കുറച്ച് കുറയുകയും ചെയ്യും. ഐ മീൻ ത്രോട്ടിൽ റെസ്പോൺസ് കുറയും. അപ്പൊ നമുക്ക് ആ കുതിപ്പ് ഉണ്ടാവില്ല. ആ മോഡിലിട്ട് ഓടിക്കുന്ന ആൾക്കാർക്ക് മൈലേജ് കൂടുതലാണ് എന്നുള്ളതും കുറെ ആൾക്കാരുടെ റീൽസ് ഞാൻ കണ്ടിട്ടുണ്ട്. ആ മോഡിലിട്ടിട്ട് സ്ഥിരമായിട്ട് ഓടിക്കുന്ന ആൾക്കാർക്ക് 25, ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞത് 22 എനിക്ക് കിട്ടുന്നതാണ്. 25, 26 കിട്ടുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ ഇതുവരെ ആ മോഡിൽ ഇട്ടിട്ട് ഓടിച്ചിട്ടില്ല. ഓരോ മോഡ് മാറുമ്പോഴും നമ്മളെ TFT ഡിസ്പ്ലേയിൽ വ്യത്യാസങ്ങൾ വരും. ഓഫ് റോഡ് മോഡ് ആവുന്ന സമയത്ത് നമ്മുടെ മോഡ് അത് മാറും, മിനിമലിസ്റ്റിക് ആവും, RPM ഒന്നും കാണില്ല. ഓഫ് റോഡ് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു മീറ്റർ മാറും. അപ്പൊ അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട്. ഇലക്ട്രോണിക് വൈസ് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി അതെല്ലാം വളരെ ഹാസിൽ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നാവിഗേഷൻ ആയാലും ഒക്കെ അതിന്റെ ഡിസ്പ്ലേ ഒക്കെ ഭയങ്കര രസമാണ് കാണാൻ. അപ്പൊ ആ മോഡ്സിന്റെ കാര്യം ഇതാണ് മെയിനായിട്ട്. ഈ റൈഡ് മോഡ്സ് അത് യൂസ്ഫുൾ ആയിട്ടുള്ള മോഡ്സ് ആണ്. ഇലക്ട്രോണിക് വൈസ് അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സാധനം തന്നെയാണ്. ഈ വണ്ടി എന്നൊക്കെ പറഞ്ഞാൽ വീക്കെൻഡ്സ് നമുക്ക് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാൻ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. ഏത് റൂട്ടിലും ഈ വണ്ടി യൂസ് ചെയ്യാൻ പറ്റും. ഏത് ടെറൈൻസിലും നമുക്ക് കൊണ്ടുപോകാം. ഹൈവേസ് ആണെങ്കിൽ നമുക്കൊരു ബോറില്ലാതെ ഓടിക്കാം. വളരെ ഹാസിൽ ഫ്രീ ആയിട്ട് ഓടിക്കാം. ക്രൂസ് കൺട്രോളൊക്കെ ടോപ്പ് നോച്ച് ആണ്. നമുക്ക് ക്രൂസ് കൺട്രോളിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഇരിക്കാം. വണ്ടി നമ്മൾ സേഫ് ആയിരിക്കണം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കണം. ബ്രോ കണ്ടിട്ടുണ്ടോ? ഞങ്ങൾ റൈഡ് പോകുമ്പോൾ പുള്ളി ക്രൂസ് കൺട്രോൾ ഒക്കെ ഇങ്ങനെ ഒരു കയ്യിൽ ചാരിയൊക്കെ ഒന്ന് കാണാം. അതെ, അത് വളരെ ഫണ്ണാണ്. ഞാൻ ഇതിന്റെ മെയിൻ എന്ന് പറഞ്ഞാൽ ഈ വണ്ടി ഭയങ്കര സ്റ്റേബിൾ ആണ്. സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഒരു ഇപ്പം നമ്മുടെ വണ്ടി ആയതുകൊണ്ട് പറയല്ലേ, വണ്ടി ഭയങ്കര, ഞാൻ 140 തള്ളുകയല്ല, 140 ക്രൂസ് കൺട്രോൾ ഇട്ട് ഞാൻ പോയിട്ടുണ്ട്. സ്റ്റേബിൾ ആയിട്ട് ഞാൻ കൈ ഇങ്ങനെ വെച്ചിരിക്കാറാണ്. വണ്ടി അത്ര സ്റ്റേബിൾ ആണ് വണ്ടി. നമുക്ക് നല്ല കോൺഫിഡൻസ്. ഞാൻ സൂപ്പർ ബൈക്സിന്റെ കൂടെ റൈഡ് ചെയ്യാൻ പോകാറുണ്ട്. എൻ്റെ ഫ്രണ്ട്സ് സൂപ്പർ ബൈക്ക് ഓണേഴ്സ് ഉണ്ട്. അവരെ കൂടെ എനിക്ക് പിടിക്കാൻ പറ്റുന്നല്ല കേട്ടോ പറയുന്നത്. അവരെ കൂടെ റൈഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ആ ഒരു സ്പീഡ് എനിക്ക് അവരിപ്പോൾ മാക്സിമം നമ്മളെ ഇന്ത്യൻ റോഡ്സിൽ കവർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പീഡ് എന്ന് പറഞ്ഞാൽ 160, 170 ആണ്. ഇതിന്റെ മുകളിലേക്ക് പോകണമെങ്കിൽ നമുക്ക് അങ്ങനത്തെ റോഡ്സ് വേണം. 60, 170 അടുത്ത് തന്നെ നമുക്ക് റിസ്ക് ആണ്. ബട്ട് സ്റ്റിൽ 170 ഈസ് എ ഗുഡ് സ്പീഡ്. അതിന്റെ മുകളിലേക്ക് ഹൈ റിസ്കിലേക്കാണ് പോകുന്നത്. പെട്ടെന്നൊരു ക്രോസിംഗോ പശുവൊക്കെ. പക്ഷെ അവരെ കൂടെ റൈഡ് ചെയ്യുമ്പോൾ എനിക്ക് ആ റെസ്പോൺസ് എനിക്ക് പെട്ടെന്ന് കിട്ടുന്നുണ്ട്. പിടിച്ച് നിൽക്കാൻ പറ്റുന്നുണ്ട്. അവരെ കൂടെ പിടിച്ച് നിൽക്കാൻ പറ്റുന്നുണ്ട്. അത് ത്രോട്ടിൽ റെസ്പോൺസ് ഉള്ളതുകൊണ്ട് മാത്രമാണ്. അതിന്റെ വെയിറ്റ് കുറഞ്ഞതുകൊണ്ടും ഒരു 178 കിലോസ് അങ്ങാണ്ട് എഴുതുള്ളൂ. ആ 178 കിലോസിൽ 0 to 100 ഇത് 5.56 സെക്കൻഡ്സിന്റെ ഉള്ളിൽ 0 to 100 അടിക്കുന്നുണ്ട്. 650cc കൂടെ നമുക്ക് ഈ വണ്ടി വെച്ച് പിടിക്കാൻ പറ്റും. ഞാൻ 1300 കൂടെ റൈഡ് ചെയ്തിട്ടുണ്ട്. ഞാനും ആ സമയത്താണ് ഞാൻ ആക്ച്വലി ഇതിന്റെ ടോപ്പ് സ്പീഡ് കാണുന്നത്. പുള്ളി ഉള്ളതുകൊണ്ടാണ്. കാരണം പുള്ളി പോകുന്നത് 200 ഞാൻ ആ സമയത്ത് 174 ഞാൻ ക്ലോക്ക് ചെയ്യുന്നത്. അതാണ് എന്റെ ഏറ്റവും ടോപ്പ്. ഇതിൽ അതിന്റെ മുകളിലേക്ക് ഇത് കയറില്ല. ആ ഒരു സ്പീഡിലും ഈ വണ്ടി നമുക്കൊരു ചെറിയ കട്ടൊക്കെ ബെൻഡൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത്രയും കൺട്രോൾഡ് ആണ് ഈ വണ്ടി. 174 എന്ന് പറഞ്ഞാൽ ചെറിയ സ്പീഡല്ല. നമ്മളൊരു അത് വെച്ചിട്ട് ഈ ഒരു സിംഗിൾ സിലിണ്ടറിൽ അത്രയും സ്പീഡ് അച്ചീവ് ചെയ്യാന്ന് പറയുന്നത് അതും ഇത്രയും സ്റ്റേബിൾ ആയിട്ട്. സ്റ്റെബിലിറ്റിയാണ് ആ സ്പീഡിലും ഈ വണ്ടി ഇതൊക്കെ ഉണ്ടെങ്കിലും അതും വിത്ത് ടോപ്പ് ബോക്സ് ആണ് ഞാനന്ന് പോകുന്നത്. ടോപ്പ് ബോക്സ് എനിക്ക് അത് കാരണം എനിക്ക് മേ ബി ബ്രോഡർ ആയതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ വിൻഡ് അധികം ഡിഫ്ലക്ട് ചെയ്യാറില്ല. ക്രോസ് വിൻസ് വന്നു കഴിഞ്ഞാൽ ഇത് ഭയങ്കര പണിയാണ്. ക്രോസ് വിൻഡ് വരുന്ന സമയത്ത് ഈ ടോപ്പ് ബോക്സ് ഉള്ളതുകൊണ്ട് അത് അറിയാറുണ്ട്. സീറ്റ് സ്റ്റോക്ക് അല്ലേ? സീറ്റ് സ്റ്റോക്ക് ആണ്. ഇതിന്റെ പില്ലിയൻ കംഫർട്ട് എങ്ങനെയുണ്ട്? അബദ്ധമാണ്. ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് ആണ്. ഞാനിത് സിംഗിൾ യൂസ് ആണ്. ബാക്കിലിരിക്കാൻ ആളില്ല, സിംഗിൾ ആണ്. അപ്പോൾ പില്ലിയൻ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് ചോദിക്കുന്നത്, ചില ആളുകൾക്ക് ആ കുഴപ്പമൊന്നുമില്ലല്ലോ. ഈവൻ ഞാൻ ഇരുന്ന് നോക്കി ഒരു 1 hourന്റെ മുകളിലേക്ക് ഇരിക്കുക എന്ന് പറയുന്നത് കുറച്ച് കഷ്ടമാണ്. പക്ഷെ ആക്ച്വലി പറഞ്ഞാൽ കംഫർട്ടബിൾ അല്ല. ഇത് ആക്ച്വലി എന്ന് പറഞ്ഞാൽ ആ സീറ്റ് ശരിക്കും പറഞ്ഞാൽ പില്ലിയൻ ഉള്ളതല്ല. അത് നമ്മുടെ ബാഗ് വെക്കാനുള്ള ഒരു സ്ഥലം അവർ കൊടുത്തു എന്നേ ഉള്ളൂ. ടൂറിംഗ് സീറ്റ് വരുന്നുണ്ട്. ടൂറിംഗ് സീറ്റിന് തിക്നെസ് ഒരു 1.5-2 ഇഞ്ച് കൂടുതലാണ്. അപ്പൊ അത് ഞാൻ വെക്കാത്തതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഒന്നാമത് ഞാൻ ഇതിനോട് യൂസ്ഡ് ആയി. എന്റെ ഹിമാലയനിൽ ഞാൻ കുഷനൊക്കെ ഭയങ്കര രീതിയിൽ, കാരണം മെയിൻ ഇതിന്റെ വേറൊരു ഇതെന്ന് പറഞ്ഞാൽ ഇതിന്റെ സീറ്റ് കുറച്ചും കൂടി ബ്രോഡർ ആണ്. എനിക്കിത് കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റാണ്. പിന്നെ ഞാൻ ലോങ് റൈഡ്സ് പോകുന്നവർ ഞാൻ ജെൽ അണ്ടർവെയർസ് യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ എനിക്ക് ആ ഒരു കംപ്ലീറ്റ് കംഫർട്ട്, സൈക്ലിസ്റ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് അവർ യൂസ് ചെയ്യുന്ന ജെൽ ഇന്നോവേഴ്സ് ഉണ്ട്. അത് യൂസ് ചെയ്തിട്ടാണ് ഞാൻ പോകാറുള്ളത്. അത് യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് കംഫർട്ടബിൾ ആണ്. പിന്നെ എനിക്ക് ഇതിന്റെ സീറ്റ് ടൂറിംഗ് സീറ്റ് വെക്കാത്തതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഈ 2 ഇഞ്ച് ഹൈറ്റ് ഉയരുന്നത് കൊണ്ട് തന്നെ ഞാനും കുറച്ചും കൂടി വണ്ടിയുടെ മുകളിൽ നിന്ന് ഹൈറ്റിലോട്ട് പൊന്തും. ഞാൻ ഇതിന്റെ മുകളിൽ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ഇവിടുന്ന് നല്ല രീതിയിൽ വിൻഡ് അടിക്കും. എൻ്റെ ഹെൽമെറ്റിന്റെ മുകളിലേക്ക് എന്നുള്ള സൗണ്ട് കേൾക്കാറുണ്ട്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു സാധനം മറ്റേ പ്രോസ്പെക്കിന്റെ എക്സ്റ്റെൻഡഡ് വൈസർ ഞാൻ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കിപ്പോൾ വിൻഡ് ഡിഫ്ലക്ഷൻ ഇല്ല. അത് അപ്പോൾ ഞാൻ സീറ്റും കൂടി ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിന്റെ മുകളിലേക്ക് പോയി പോകും. ഞാൻ അതിന്റെ ഉള്ളിൽ എനിക്ക് ടക്കിൻ ചെയ്ത് ഓടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ആ ഒരു ഫീലാണ് മെയിനായിട്ട് വേണ്ടത്. ഹിമാലയൻ എടുക്കാതിരിക്കാൻ തേർഡ് റീസൺ ഇത് തന്നെയാണ്. എനിക്ക് ആ വണ്ടി ഇരിക്കുന്ന സമയത്ത് നമ്മൾ അതിന്റെ ഉള്ളിൽ ഇരിക്കുന്ന ഒരു ഫീൽ എനിക്ക്. 390 അഡ്വഞ്ചറിനെ കുറിച്ച് ഇത്രയും ഡീറ്റെയിൽഡ് ആയി പറഞ്ഞു തന്നതിന് താങ്ക് യു വെരി മച്ച്. നമ്മൾ ഏകദേശം 1 മണിക്കൂർ സംസാരിച്ചു. യെസ്, വണ്ടികളെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയാൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടല്ലോ, കുറേ കാര്യങ്ങളുണ്ടല്ലോ സംസാരിക്കാൻ. ഏകദേശം നമ്മളൊരു വണ്ടി പ്രേമിയും ബൈക്കറും കൂടി ആവുന്ന സമയത്ത്
ബൈക്കിന് ഇഷ്ടപ്പെടുന്ന ആളുകളാകുമ്പോൾ എക്സാക്ട്. കുറേ സാധനങ്ങൾ നമ്മളിങ്ങനെ സംസാരിച്ച് പോവും. യെസ്. അപ്പോൾ 390 അഡ്വഞ്ചറിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ്സ് അറിയിക്കാം, ഞാൻ പറ്റുന്ന പോലെ റിപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി ഒരു വീഡിയോ കാണുന്നവരെ ദിസ് ഇസ് മീ സണ്ണി. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ, റൈഡ് സേഫ്, ബൈ.